എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇങ്ങനെയൊരു പരിപാടി ആദ്യമായിട്ടാണ് കൊട്ടാരക്കരയിൽ നിന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഈ നാട് മുഴുവൻ പരിപാടി അവതരിപ്പിക്കാൻ പോയിട്ടുണ്ടെങ്കിലും നാട്ടിലൊരു പരിപാടി, നാട്ടിലെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ കൊട്ടാരക്കര ഒരു പരിപാടി ആദ്യമായിട്ടാണ്. സംഘടിപ്പിച്ച എസൻസ് ഗ്ലോബൽ കൊല്ലത്തിനുള്ള അഭിനന്ദനം, ഒപ്പം എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയം ബന്ദികളുടെ ചിരി. ഞാനിപ്പോൾ എക്സാക്ട്ലി ഇങ്ങോട്ട് വരുന്ന സമയം തന്നെ യൂട്യൂബിലൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊരു ഇസ്രായേലിൻ്റെ 3 ബന്ദികളെ മോചിപ്പിച്ച ശേഷം ഹമാസ് കൊണ്ടുവിടുന്ന സംബന്ധിച്ചൊരു ബിഹൈൻഡ് ദ സീൻ വീഡിയോ ഇറക്കിയിരിക്കുകയാണ്. ബിഹൈൻഡ് ദ സീൻ സാധാരണ വീഡിയോ നമ്മൾ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൽ ഏതാണ്ട് ജീവച്ഛവം പോലെ തോന്നിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ സെമിത്തേരിയിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വരുന്നു എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ ക്ഷീണിതരായിട്ടുള്ള വളരെ പ്രായമായിട്ടുള്ള 3 പുരുഷന്മാരെയാണ് കൊണ്ടുവരുന്നത്. അവരെ ടണലുകളിലൂടെ കയറ്റി ഇറക്കുകയാണ്. പലയിടങ്ങളിലൂടെ കയറ്റി ഇറക്കി കൊണ്ടുവന്നിട്ട് കാറിനകത്ത് കയറ്റുന്നു. കാറിൽ കയറ്റിയിട്ട് ഒരു റോഡിലെത്തിക്കുന്നു. റോഡിലെത്തിക്കുമ്പോൾ വളരെ ഹിംസാത്മകമായ ആരവം ഉയർത്തുന്ന ഒരു ജനത അവിടെ എത്തുന്നു. അവരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു, എല്ലാം മതമുദ്രാവാക്യങ്ങളാണ് കൂടുതലും. അതിനുശേഷം സ്ഥിരമുള്ള സംഗതികളൊക്കെ നടക്കുന്നു. അവരെ സ്റ്റേജിൽ കയറ്റുന്നു, റെഡ് ക്രോസ് വന്ന് ഒപ്പിട്ട് വാങ്ങിക്കുന്നു, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, ഉപഹാരങ്ങൾ കൊടുക്കുന്നു. ഉപഹാരങ്ങൾ എന്ന് പറയുന്നത് ഹമാസിൻ്റെ വീരകൃത്യങ്ങൾ വർണ്ണിക്കുന്നതും ഹമാസിൻ്റെ മുദ്രാവാക്യങ്ങൾ എഴുതിയതുമൊക്കെ ആയിട്ടുള്ള ബാഗ്, അതേപോലുള്ള സൂവനീറുകളാണ് കൊടുക്കുന്നത്. ഏതാണ്ട് എന്തോ ഒരു കോർപ്പറേറ്റ് ഡീല് പോലെയാണ് ഇവരെ കൈമാറി എന്നൊക്കെയുള്ള SC എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലുള്ള സർട്ടിഫിക്കറ്റ് ആണ്, നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും. റെഡ് ക്രോസുകാരും ഒക്കെ അങ്ങനെ വളരെ ബഹുമാനത്തോടെയാണ് ഇത് വാങ്ങിക്കുന്നത്. ഇതിനു മുന്നേ കണ്ട ചില ഹോസ്റ്റേജ് എക്സ്ചേഞ്ചിൻ്റെ ഒരു 4 പെൺകുട്ടികൾ കാര്യം, നിങ്ങൾ ഈ കാണുന്ന കാര്യം തന്നെയാണ്. 4 പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ, യുവതികൾ, അവർ ഇസ്രായേലിലെ സോൾജിയേഴ്സ് ആണ്. ആക്ച്വലി അവിടെ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാവർക്കും നിർബന്ധിതമായിട്ടുള്ള പട്ടാള പരിശീലനം ആവശ്യമാണ്. അവരെ തട്ടിക്കൊണ്ടുപോയതാണ്. അവർ കൈ ഉയർത്തി കാണിക്കുന്നു, വേവ് ചെയ്യുന്നു, ഭയങ്കര ചിരിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് 15-16 മാസം ഈ ടണലുകളിലും വീടുകളിലും ആഹാരവും വസ്ത്രവും ഒക്കെ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ പീഡിതരായി, നിന്ദിതരായി, അപമാനിതരായി കഴിഞ്ഞ ഈ മനുഷ്യരെങ്ങനെയാണ് ഈ പബ്ലിക്കായിട്ട് വന്നിങ്ങനെ കൈവീശി കാണിക്കുന്നത്? ആരോടാണ് ഇവർ കൈവീശി കാണിക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. ഇതിന് മുന്നേ കഴിഞ്ഞ വർഷം 2023 നവംബറിൽ ഒരു ഡീലുണ്ടായിരുന്നു. അന്ന് മോചിതമായ ഒരു സ്ത്രീയുടെ ഒരു വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. അവർ ഈ കിബുട്സ് എന്ന് പറയുന്ന കർഷക കുടുംബങ്ങളിൽ ആയിരുന്നു. അവരുടെ ഭർത്താവ് അവിടെയുള്ള ആളാണ്. അപ്പോൾ അവർ സിറ്റിയിലായിരുന്നു, പക്ഷേ ഭർത്താവിൻ്റെ വീട് കാണണമെന്ന് പറഞ്ഞ് വന്നതാണ്. അന്ന് രാവിലെ ആയപ്പോൾ അവരെ പൊക്കിക്കൊണ്ട് പോകും. അവർ കട്ടലിൻ്റെ കീഴിൽ കയറി കിടക്കായിരുന്നു. എന്നിട്ട് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ 2 മോട്ടോർ സൈക്കിളിൻ്റെ 2 ആൾക്കാരെ ഇടയിലിരുത്തിയാണ് കൊണ്ടുപോയത്. അപ്പോൾ ഇവളിങ്ങനെ വാവിട്ട് നിലവിളിക്കുന്നെങ്കിലും ഭർത്താവ് എവിടെയാണെന്നറിയില്ല. പക്ഷേ വല്ലാത്തൊരു സാഹചര്യം. കുറെ കഴിഞ്ഞിട്ട് ഇവർ ഗാസയ്ക്കുള്ളിൽ ചെന്നപ്പോൾ ഒരു വലിയൊരു ജനക്കൂട്ടം ഇരച്ചു വരികയാണ് ഇവർക്ക് ചുറ്റും. ഇവരെ വിട്ടുകൊടുക്കണമെന്നാണ് ആ ജനക്കൂട്ടം പറയുന്നത്. വിട്ടുകൊടുക്കണമെന്ന് പറയുന്നു. ഇവളെ ചീത്ത വിളിക്കുന്നു, തുപ്പുന്നു, മുടിയിൽ പിടിച്ച് വലിക്കുന്നു. അപ്പോൾ എങ്ങനെയാലും ഈ ഹമാസിൻ്റെ ഭീകരന്മാർ ഇവരെ രക്ഷിച്ച് കൊണ്ടുപോയി വീടുകളിലും ടണലുകളുമായിട്ടൊക്കെ പാർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊരു രസമുള്ളത്, ഈ പിടിച്ചുകൊണ്ട് പോയവരെക്കാൾ കൂടിയ ഭീകരത ഉള്ളവരാണ് അവിടെ ഈ പാഞ്ഞെടുത്ത ജനം എന്നുള്ളതാണ്. അത്ര ഹോസ്റ്റലായിട്ടുള്ള ഒരു ജനതയാണ്. അതിൽ ഇന്നസെൻസ് ഇല്ലേ, ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതിൽ താല്പര്യമില്ലാത്തവരുണ്ട്. ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ നല്ലൊരു വിഭാഗം ജനങ്ങൾ എങ്ങനെയാണ്? അപ്പം ഇവരുടെ മുന്നിൽ വെച്ചാണ് ഇവരെ കൈവീശി കാണിക്കുന്നത്. ആരെയാണ് കൈവീശി കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ ചോദ്യം അതാണ്. ഇവരോടാണ് സന്തോഷം പങ്കുവെക്കുന്നത്.
കാരണം ആദ്യം ഇതിന് ഹോസ്റ്റേജ് ഡീലിന് എക്സ്ചേഞ്ചിനായിട്ട് കൂടുന്ന ക്രൗഡ് എല്ലാം തന്നെ ഇങ്ങനെയുള്ള ക്രൗഡ് തന്നെയാണ്. അവരിതൊരു ഹരമായിട്ട് കാണുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ സംഭവമായിട്ട് കാണുന്ന ക്രൗഡ് തന്നെയാണ് വരുന്നത്. ഇതായിരുന്നു മുദ്രാവാക്യം. ഇതിന് ഞാൻ സ്കൈ ന്യൂസിൽ വന്നൊരു ഹെഡിങ് ഇങ്ങനെയായിരുന്നു: ഇസ്രേലി ഹോസ്റ്റേജ് വേവ്സ് ടു ക്രൗഡ് ഇൻ ഗാസ. വേവ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ അർത്ഥം, വേവ് ചെയ്യുക. മലയാളത്തിൽ വേറൊരു അർത്ഥമുണ്ട്, വേവുക. ആക്ച്വലി ഹോസ്റ്റേജസ് അവിടെ നിന്ന് വെന്തുരുകയാണ്. പല പല സമ്മിശ്ര വികാരങ്ങളാൽ അവർ പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ ഇതിനെ ഒരു വേവിങ് ആയിട്ടാണ് ചിത്രീകരിച്ചത്. ഇത് നമുക്കറിയാം, ഇവരോട് നിർബന്ധിച്ച് ഇവരെ കൊണ്ട് ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്യിച്ചതാണെന്നറിയാം. മറിച്ച് അവരെ സന്തോഷമല്ല. പക്ഷെ ഇത് വലിയ തോതിൽ പല മാധ്യമങ്ങളും ഹമാസിൻ്റെ ഒരു വാഴ്ത്തുപാട്ടായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത്. നോക്കൂ, ഹമാസിൻ്റെ കൂടെ 16 മാസം താമസിച്ച മനുഷ്യർ, അവർക്ക് സ്റ്റോക്ക്ഹോം സിൻഡ്രോം പിടിപെട്ടിരിക്കുന്നു. അവരുമായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, രമ്യതയിലായിരിക്കുന്നു, ഐക്യപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് പറയുക. പക്ഷെ സംഗതി അതൊന്നുമല്ല. ഇതേപോലെയുള്ള പൈശാചികമായ പ്രവർത്തന രീതിയിലുള്ള കുറേ ആൾക്കാരുടെ ഇടയിൽ പെട്ടുകഴിഞ്ഞാൽ രക്ഷപ്പെടുമ്പോൾ അവർ പറയുന്നത് എന്തും ചെയ്യും, എഴുതി കൊടുക്കും, കാണിക്കും, പറയും. മാത്രമല്ല, ഈ അൽ ജസീറയുമായി ബന്ധമുള്ള ഒരു ഹമാസ് മനുഷ്യനാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നത്. പുള്ളി പറയുന്നുണ്ട്, ഇങ്ങനെ കൈ വീച്ച്, ഒരു കയ്യിൽ ക്യാമറ വെച്ചുകൊണ്ട് ഇങ്ങനെ കൈ വീശി കാണിക്കാൻ പറയുന്നുണ്ട്. അത് നമുക്ക് കാണാം. കൊറിയോഗ്രാഫ്ഡ് ആണ്, സ്റ്റേജ് മാനേജഡ് ആണ്. ഇത് ലോകത്തിന് കൊടുക്കുന്ന ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർ ഗാസയെയും നശിപ്പിച്ച് നാമാവിശേഷമാക്കിയ അതേ ടീം തന്നെ. ഇത് തങ്ങളുടെ ഒരു വിജയമാണ്. അതായത് തട്ടിക്കൊണ്ട്, നിങ്ങൾ ഈ മാർക്കോ എന്ന് പറയുന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ജഗദീഷിനെ അവസാനം വെച്ചിരിക്കുന്നൊരു ഇതുണ്ട്. ജഗദീഷ് പല രീതിയിലുള്ള ട്രാപ്പുകളാണ്, പലതരം ട്രാപ്പുകളാണ്. ഒരു ട്രാപ്പ് അഴിച്ചെടുത്താൽ മറ്റേത് പ്രശ്നമാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പടം നിങ്ങളാരും കണ്ടു കാണത്തില്ല, നിങ്ങൾക്ക് വയലൻസ് ഇഷ്ടമല്ലാത്തതുകൊണ്ടോ പടം കണ്ടു കാണത്തില്ല. ആ പടം കണ്ടവർക്കറിയാം, ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അല്ലെ മറ്റേത് പല പല ഇതാ, ഓരോന്നോരോന്ന് അഴിച്ചെടുക്കുമ്പോൾ അവസാനം പുള്ളിയുടെ കസേരയ്ക്ക് അടിയിൽ ഒരു ടൈം ബോംബർ വെച്ചിട്ടുണ്ട്. അത് പൊട്ടിത്തെറിച്ചാണ് പുള്ളി മരിക്കുന്നത്. അപ്പോൾ പല രീതിയിലാണ്. ചിലതൊക്കെ ഇങ്ങനെ ഒരു സ്ട്രിങ് പൊട്ടിക്കഴിയും, കഥവ് തുറന്നു കഴിഞ്ഞാൽ അത് പൊട്ടും, അത് പൊട്ടിയാൽ ഇത് പൊട്ടും. അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പാണ്. മൊത്തത്തിൽ മൾട്ടിപ്പിൾ ട്രാപ്സ് ആണ്. അമ്മാതിരി ലെവലിലാണ് ഇത്തരം ആളുകളെ എല്ലാം കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഐ മീൻ ഇവരുടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു തുടക്കം മ്യൂണിച്ച് ഒളിമ്പിക്സിലെ ഇസ്രേലി അത്ലറ്റുകളെ തട്ടിക്കൊണ്ടുപോയതാണ്. അതിനകത്ത് അവരെന്താണ് ചെയ്തതെന്ന് കഴിഞ്ഞാൽ അത്ലറ്റുകളെല്ലാം വധിക്കുകയാണ് ചെയ്തത്. ഈ ഹമാസിൻ്റെ അല്ലെങ്കിൽ PLOയുടെ അല്ലെങ്കിൽ അതിന് മുന്നേയുള്ള പാലസ്റ്റീൻ തീവ്രവാദത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ബന്ദികളായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നവരോട് ഏതെങ്കിലും രീതിയിൽ പ്രകോപനം ഉണ്ടായാൽ ആക്രമിക്കുകയാണെങ്കിൽ കൊല്ലുക എന്നുള്ളതാണ്. ഇവരങ്ങനെ കൊന്നിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ 7 ഈ ഒരു പിടിച്ചുകൊണ്ട് പോയ 251 7 പേരെ ഇതേപോലെ ഒരു പോയിന്റ് ബ്ലാങ്കിൽ വെച്ച് വെടിവെച്ച് വന്നു. അപ്പോൾ ഞാൻ മാർക്കോയുടെ കാര്യമാണ് പറഞ്ഞത്. അതേപോലെ ഇവരെ വേണമെങ്കിൽ മാർക്കാസ് എന്ന് വിളിക്കാം, ഹമാസ് എന്ന് വിളിക്കേണ്ട, വേറൊരു പേര് തന്നെ കൊടുക്കാം. അതിനകത്ത് എല്ലാത്തരം ക്രൂരതകളും കാണിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെട്ടിക്കൊല്ലുന്നുണ്ട്, കുത്തിക്കൊല്ലുന്നുണ്ട്, വെടിവെക്കുന്നുണ്ട്, പിന്നെ ഗ്യാസ് സിലിണ്ടർ വെച്ച് അടിച്ചു കൊല്ലുന്നുണ്ട്, മിക്കവാറും മനുഷ്യനെ അതുപോലെ തന്നെ തൂക്കി കൊല്ലുന്നുണ്ട്, മുക്കി കൊല്ലുന്നുണ്ട്. എങ്ങനെയൊക്കെ അവസാനം കൊല്ലും, ഏതൊക്കെ രീതി മനുഷ്യർ 13-14 രീതിയിൽ മനുഷ്യനെ എങ്ങനെ കൊല്ലാം എന്നുള്ളതിൻ്റെ ഒരു വയലൻസ് സിനിമയാണ് ഈ മാർക്കോ എന്ന് പറയുന്നത്. ചുമ്മാതെ ഒരു ഗെയിം പോലെ കണ്ടാൽ മതി. അത് ജീവിതമായിട്ടൊന്നും വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കൂളായിട്ടിരുന്ന് കാണാൻ പറ്റും. അതേപോലെ എനിക്ക് തോന്നുന്നു ഈ ഹമാസ് ആണെന്ന് തോന്നുന്നു, ഹമാസിലുമായിട്ട് എന്തൊക്കെ ബന്ധമുള്ള അത് കണ്ടു പഠിച്ച എഴുതിയ തിരക്കഥയാണോ എന്ന് തോന്നും. സോ ഐ വുഡ് ലൈക്ക് ടു കോൾ ദം മാർക്കസ് ഇൻസ്റ്റെഡ് ഓഫ് ഹമാസ്. അവരിൽ എല്ലാ ഇത്തരത്തിലുള്ള സംഗതികളും ഉണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇസ്രയേലികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഇത് അപമാനിക്കുകയാണിത്. ഇതൊരിക്കലും അവരുടെ സന്തോഷമല്ല. ഈ ബന്ദികൾ എന്തിനാണ് ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊരു പീഡനമാണ്. ഈ പീഡനത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്താണ് ഒക്ടോബർ 7 ഹമാസ് ചെയ്തത് എന്ന് നമുക്കെല്ലാം അറിയാം. ഈ ഒരു വിഷയം ലോകത്തെമ്പാടും ആഘോഷിക്കപ്പെടുന്നത്, സംസാരിക്കപ്പെടുന്നത് ഇങ്ങനെയല്ല. നിങ്ങൾക്കത് വായിക്കാൻ കഴിയില്ലെന്ന് അറിയില്ല, ഞാൻ വായിക്കാം. ഞങ്ങൾ ഒക്ടോബർ 7 ഒറ്റ ദിവസം 500 റോക്കറ്റുകൾ തൊടുത്തു വിട്ടു ഇസ്രയേലിന് നേരെ. പിന്നെ JCB,
കാർ, ജീപ്പ്, ട്രക്ക് ഒക്കെ സംഘടിപ്പിച്ച് 3000 ആൾക്കാരുമായി ചെന്ന് അതിർത്തി തകർത്തു. സംഗീതോത്സവത്തിൽ കടന്നു കയറി പങ്കെടുത്തവരെ വളഞ്ഞു വെച്ച് ഷൂട്ട് ചെയ്ത് പടമാക്കി. ഓടിയവരെ ഓടിച്ചിട്ട് വെട്ടി. കർഷക കുടുംബങ്ങളിൽ ഇരച്ചു കയറി മൊത്തത്തിനെ മയ്യത്താക്കി. തെരുവിലിറങ്ങി വാഹനങ്ങളും വസ്തുവകളും നശിപ്പിച്ചു. ടാങ്കുകൾക്ക് തീയിട്ടു. കണ്ണിൽ കണ്ടവരെ എല്ലാം വെടിവെച്ചു. കുറെ പേരെ ജീവനോടെ കത്തിച്ചു. കുറെ എണ്ണത്തെ റേപ്പ് ചെയ്തു. കുറെ അവന്മാരുടെ കഴുത്തറുത്തു. ചോരക്കുഞ്ഞുങ്ങളും വൃദ്ധരും രോഗികളും ഉൾപ്പെടെ മൊത്തം 1136 പേരെ തട്ടി. പിന്നെ വിദേശികളുൾപ്പെടെ 254 പേരെ തുപ്പിയും തൊഴിച്ചും മുടിയിൽ പിടിച്ച് വലിച്ചഴിച്ചും ബന്ദികളാക്കി ഗാസയിലേക്ക് കൊണ്ടുവന്നു. എല്ലാം ഷൂട്ട് ചെയ്ത് ലൈവായി കാണിക്കുകയും ചെയ്തു കേട്ടോ. പണി കഴിഞ്ഞ് കുളിച്ച് ശാപ്പാട് മടിച്ച് ആയുധങ്ങളും എടുത്ത് തുരങ്കത്തിൽ ഒളിച്ചപ്പോൾ അവന്മാർ വിമാനാക്രമണം തുടങ്ങി. അപ്പോൾ ബാക്കിയുള്ളവർ പോയി ആശുപത്രികളിലും വിദ്യാലയങ്ങളിലും UN കേന്ദ്രങ്ങളിലും പാത്തിരുന്നു. ഞങ്ങളാകെ മൊത്തം ഇത്രമേ ചെയ്തുള്ളൂ. അതിനാണ് എക്സാക്ട്ലി ദിസ് ഈസ് വാട്ട് ഹാപ്പൻഡ്. ഞങ്ങളാകെ മൊത്തം ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് നമ്മൾ പിന്നെ കാണുന്നതല്ല. അപ്പോൾ ഇവർ കരുതുന്നത് ഹമാസ് ബേസിക്കലി, അല്ലെങ്കിൽ ഹമാസ് ഇപ്പം നമുക്കറിയാം ഇത് വൺ വേ ട്രാഫിക്കാണ്. ഇന്ത്യയിലോ ലോകത്ത് എവിടെയെങ്കിലും നോക്കുകയാണെങ്കിൽ ഇസ്രയേലാണ് എല്ലാ രീതിയും നോക്കുകയാണെങ്കിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. എല്ലാ ബുദ്ധിജീവികളും അല്ലെങ്കിൽ ഇൻ്റലിജൻഷ്യയൊക്കെ തകർത്തെഴുതുന്നത് ഇസ്രായേലിനെതിരെയാണ്. ആൻറ്റി-സെമിറ്റിസം എന്ന് പറയുന്ന ഒരു സംഗതി പോലും ഇപ്പോൾ ആരും പരിഗണിക്കുന്നില്ല. ഇതിപ്പോൾ 16 മാസമായി. ഞാൻ ഇതിനു മുന്നേ സംസാരിച്ചിട്ടുണ്ട് ഇതിനെ. അതുകൊണ്ട് എൻ്റെ ചരിത്രപരമായ ഡീറ്റെയിൽസിലൊന്നും പോകുന്നില്ല. എന്തായാലും ഒക്ടോബർ 7 വെച്ച് തുടങ്ങാം. കാരണം അതിന് പുറകോട്ട് ഒരുപാട് പോയി കഴിഞ്ഞാൽ പണ്ടൊക്കെ പറഞ്ഞു വരത്തിയിരുന്നത് എന്തോ ഇസ്രയേലിൻ്റെ ഭാഗത്താണ് കുഴപ്പം എന്നൊക്കെയുള്ള രീതിയിലാണ്. ചരിത്രപരമായി നോക്കുമ്പോൾ അതിലങ്ങനെ ആർക്കും അങ്ങനെ എടുക്കാനും കൊടുക്കാനും ഒന്നുമില്ല. ഒരു ന്യൂട്രൽ ആംഗിളിൽ നിങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരു കൂട്ടർക്കും ക്ലെയിംസ് ഉണ്ട്. ക്ലെയിംസ് ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ ക്ലെയിംസ് ലോകമെമ്പാടുമുള്ള ചരിത്രത്തിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് നമുക്കിനി കാണാം. ഞങ്ങളാകെ മൊത്തം ഇത്രയേ ചെയ്തുള്ളൂ. ഹിറ്റ് ആൻഡ് റൺ, അടിച്ചിട്ട് ഓടുക. അപ്പോൾ പിന്നെ ഇതിന് കോൺസിക്വൻസ് ഇല്ലേ? നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളുടെ ഭാര്യയും കുട്ടികളെ എടുത്ത് കിണറ്റിൽ വിട്ട് നിങ്ങളുടെ മക്കളെ എല്ലാം ഗ്യാസ് സിലിണ്ടർ വെച്ച് അടിച്ചു കൊന്നിട്ട് പട്ടി എല്ലാം കൂടെ അടിച്ചു കൊന്ന് കെട്ടി തൂക്കിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അത്രയേ ചെയ്തോളൂ എന്ന് പറയുമോ? അപ്പോൾ ഞാൻ പണ്ട് ചോദിച്ച അതേ ചോദ്യമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത്. എന്താകണമായിരുന്നു ഇതിൻ്റെ മറുപടി? എന്താകണമായിരുന്നു? ഞാനൊരു മിതവാദിയും അഹിംസാവാദി ആയതുകൊണ്ട് ഞാൻ പറയും ഇസ്രയേൽ വെച്ച് അത് സഹിച്ച് മിണ്ടാതിരിക്കണമായിരുന്നു. 1200 പേരെല്ലാം പോയുള്ളൂ. എന്നിട്ട് ബാക്കി 250 പേര് ബന്ദികളായിട്ട് കൊണ്ടുപോയില്ലേ? അവരെ എങ്ങനെയെങ്കിലും കുറച്ച് നഷ്ടപരിഹാരമൊക്കെ കൊടുത്തോ, കുറേ ജയിൽ മുഴുവൻ തുറന്നു വിട്ടോ, മോചിപ്പിച്ചിട്ട് ഒരു യുദ്ധവും ചെയ്യാതെ സഹിച്ച് ക്ഷമിച്ച് അങ്ങനെ ഇസ്രയേൽ കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനതാണ് ആഗ്രഹിക്കുന്നത്. ഒരു പാലസ്തീനിൻ്റെ ഒരു ഇഞ്ച് ഗാസ പോലും ഒന്നും സംഭവിക്കാതെ. അതാണ് ആഗ്രഹം. അതൊരു ഐഡിയൽ സിറ്റുവേഷനാണ്. അത് നടക്കില്ല എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനത് പറയാനുള്ള മൗഢ്യം കാണിക്കുന്നില്ല. മനുഷ്യനാണ്. ഒറ്റയായാലും കൂട്ടമായാലും ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രത്യാക്രമണം നടത്തും. അത് എന്തുകൊണ്ടോ മനുഷ്യൻ അങ്ങനെയാണ്. മോഹൻലാൽ പറയുന്നോ അങ്ങനെയാണ്. അതൊക്കെ മാറ്റിമറിച്ചിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. എന്തായിരുന്നു അവിടെ നടന്ന ഒരു വിഷയം? ഞാൻ വേറൊരു ആംഗിളിലൂടെ പറയുകയാണ്. ആക്ച്വലി ഒക്ടോബർ 7 ഹമാസ് ആക്രമിക്കുന്നത് ഇസ്രയേലിനെ കീഴ്പ്പെടുത്താമെന്നോ ഇസ്രയേലിൻ്റെ സ്ഥലം പിടിച്ചെടുക്കാമെന്നോ ഇസ്രയേലിൽ എത്ര പേരെ കൊല്ലാമെന്ന് പോലും അവർക്ക് ധാരണയില്ല. അവർ ശരിക്കും അമ്പരന്ന് പോയി. ഇത്രയധികം ആധുനിക സങ്കേതങ്ങളുള്ള ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ സർവൈലൻസ് സിസ്റ്റം ഇത്ര പെട്ടെന്ന് തകർത്ത് അവിടുത്തെ സൈനികരെല്ലാം കിടന്ന് ഉറങ്ങുന്നു. ഇതെങ്ങനെ സംഭവിക്കും? അവർ തന്നെ എന്താ പറയുന്ന ഒരു എക്സ്പെക്റ്റേഷന് ഉപരിയായിട്ടുള്ള ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ ആരും പുറകെ വരുന്നില്ലേ? നമ്മൾ തന്നെ ഇപ്പോൾ അതിക്രമിച്ച് വീട്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറേ കഴിയുമ്പോൾ നമ്മൾ നോക്കുമല്ലോ, നമുക്ക് ആരും വരാതിരിക്കുമ്പോൾ വേറെ എന്തോ വലിയ ട്രാപ്പാണെന്ന് തോന്നുമല്ലോ. അതുകൊണ്ട് അവരൊന്ന് അമാന്തിച്ച് നിന്നു. പക്ഷേ ഇതിൻ്റെ കാൽക്കുലേഷനിൽ യഥാർത്ഥത്തിൽ ഈ 3000 പേര് തകർത്ത് കയറിയ 3000 പേര്, അതായത് ഗാസൻ ജനതയും ഹമാസ് ഭീകരവാദികളും മാത്രമായിരുന്നില്ല ഈ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഒരുപാടുണ്ട്. എന്നാലും ഒരു ഡോക്യുമെൻ്റഡ് തെളിവ് വേണമെങ്കിൽ ഇതാണ് UK പോലീസിന് ഒക്ടോബർ 7 ഹമാസ് ആക്രമിച്ചു കഴിഞ്ഞ് ഏതാണ്ട് ഒരു ദിവസത്തോളം നീണ്ടു നിന്ന ആ കാർണേജ്, ആ നരനായാട്ട് നടത്തുന്നതിനിടയിൽ 4 മണിക്കൂർ കഴിയുമ്പോൾ UK പോലീസ്, ലണ്ടൻ പോലീസിന്
ഒരു നിവേദനം കിട്ടുന്നു, ഞങ്ങൾക്ക് ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഒരു പ്രകടനം നടത്താനായിട്ട് അനുമതി വേണം. എന്താണ് പ്രകടനം? ആൻഡ് ഇസ്രായേൽ പ്രകടനം നടത്തണം. ചേട്ടാ, ഇതെന്താണ് സംഭവിക്കുന്നത്? അതെ, ഇപ്പോൾ ഞങ്ങളുടെ കുറേ ആൾക്കാർ അവിടെ കുറച്ച് പണി ചെയ്യുന്നുണ്ട്. ആ പണി ഇച്ചിരി കടുത്തതാണ്. ഈ പണി അവർ ചെയ്യുമ്പോൾ കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരാഴ്ച സമയം ഇട്ട് ഒരു ഡേറ്റ് തരണം. അവിടെ ഈ ഡേറ്റ് പ്രീ നോട്ടീസ് കൊടുത്തെങ്കിൽ മാത്രമേ പ്രകടനം നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ UK പോലീസിന് കൊടുത്തു. Palestinian Solidarity Campaign asked police in London to approve a demo, that means demonstration, the following week, campaign against anti-Semitism. PSC's rush to activism while Jews were being slaughtered. ജൂതന്മാർ അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ കത്തിയെറിയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പാലസ്തീൻ പ്രതിരോധം അല്ലെ ആക്ടിവിസം എന്ന് പറയുന്ന ഒരു സംഘടന ലണ്ടനിൽ അവിടുത്തെ പോലീസിന് അപേക്ഷ കൊടുക്കുന്നത്. തുടങ്ങിയിട്ടേ ഉള്ളൂ അവിടെ. See how calculated and planned it was. ഇത് വെറും ഹമാസ് ചെയ്ത കാര്യമല്ല. അല്ലെ, ചില സിനിമയുടെ കാര്യമൊക്കെ പറയില്ല, അത് തിയേറ്ററിൽ കുറച്ച് ഓടിയിട്ടുണ്ടാവും, പക്ഷേ OTT ഉണ്ട്, സാറ്റലൈറ്റ് ഉണ്ട്, ഫോറിൻ കളക്ഷൻ ഉണ്ട്, ഇതെല്ലാം കൂടെ ഉണ്ട്. ഹമാസ് അവിടെ ചെയ്തത് അത്രയേ ഉള്ളൂ, 1200 പേരെ കൊന്നു, അത്രയും പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ അത് അങ്ങനെ ചെയ്തൊരു കാര്യമല്ല. ഇത് യഥാർത്ഥത്തിൽ ഞാൻ കാണുന്നത് ഒരു ലോകത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള ഒരു ക്രൈമായിട്ടാണ്. അതായത് സൊറാസ്ട്രിയൻസിനെ നിങ്ങൾക്കറിയാം. ആ സൊറാസ്ട്രിയൻസ് ഒരിക്കൽ അധിവസിച്ചിരുന്ന സ്ഥലത്താണ് ഇന്ന് ഇറാൻ ഉള്ളത്. ഇന്നത്തെ ഇറാൻ, അവിടുത്തെ പ്രമുഖ മതം എന്ന് പറയുന്നത് സൊറാസ്ട്രിയൻസ് ആയിരുന്നു. അവരൊക്കെ ഇപ്പോൾ ശരിക്കും റിലീജിയസ് ആൻഡ് കൾച്ചറൽ ഫോസിൽസ് ആണ്. അതേപോലെ ആകാൻ സാധ്യത ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ പലരും അങ്ങനെ വളരെ കിണഞ്ഞ് ശ്രമിച്ച ഒരു മതമാണ് ജൂതമതം. ഈ 60 ലക്ഷം ജൂതന്മാരെ 2ാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് ഈ ഹോളോകോസ്റ്റിന് വിധേയമാക്കി എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മൊത്തത്തിലുള്ള എണ്ണവും ഈ 60 ലക്ഷമൊക്കെ തല മരവിപ്പിക്കുന്ന കണക്കുകളാണ്. അതൊക്കെ ഒരു ചരിത്ര യാഥാർത്ഥ്യം ആണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് മൊത്തത്തിൽ ഉന്നയിച്ചിട്ടുള്ള ഒരേ ഒരു മുദ്രാവാക്യമേ ഉള്ളൂ, ഫ്രം റിവർ ടു സീ പാലസ്റ്റീൻ വിൽ ബി ഫ്രീ എന്നുള്ളതാണ്. അതായത് ജോർദാൻ നദിക്കും മെഡിറ്ററേനിയൻ സീക്കും ഇടയിലുള്ള പ്രദേശം സ്വതന്ത്രമാകും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ സ്വതന്ത്രമല്ലേ? സ്വതന്ത്രമാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ മുദ്രാവാക്യം അവർക്ക് യഥാർത്ഥത്തിലുള്ളൂ, ഡിസ്ട്രക്ഷൻ ഓഫ് ഇസ്രായേൽ, ഡിസ്ട്രക്ഷൻ ഓഫ് ജ്യൂസ്. വേറെ ഒരു മുദ്രാവാക്യമില്ല. ബാക്കി ആളുകളൊക്കെ ഓരോരോ മുദ്രാവാക്യങ്ങൾ പറയുന്നു. സത്യത്തിൽ അതിനൊന്നും യാഥാർത്ഥ്യമായിട്ട് ഒരു പുലബന്ധവുമില്ല. ഇതിനകത്ത് ആക്ടേഴ്സിനൊന്നും ആ ഒരു മുദ്രാവാക്യമില്ല. വെദർ ഇറ്റ് ഈസ് പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഓർ ഹമാസ്, ആർക്കുമില്ല. യാസർ അറാഫ്, ആർക്കും ഇങ്ങനെ ഒരു മുദ്രാവാക്യമില്ല. അവരെല്ലാവരും പറഞ്ഞ ഒരേ ഒരു മുദ്രാവാക്യമാണ്. പരസ്യമായിട്ട് ചിലപ്പം അത്ര അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ എഴുതേണ്ട അടുത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, പറയേണ്ട അടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഡിസ്ട്രക്ഷൻ ഓഫ് ഹിസ്റ്ററി, ജൂതന്മാരെ അവിടെ ഉണ്ടാവാൻ പാടില്ല. അത് പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്. അവസാന ജൂതനും അവസാനിക്കുന്നത് വരെ അന്ത്യനാൾ വരികയില്ല. അവസാനത്തെ ജൂതനെയും അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് നാട് കടത്തുന്നവരെ എനിക്ക് വിശ്രമമില്ല എന്ന് ഏതോ ഒരു സിനിമയിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, മത നേതാവ് പറഞ്ഞിട്ടുണ്ട്. അതാണ് കാര്യം. അപ്പം ഈ ഒരു സംഗതി നിങ്ങൾ ഇത് പലയിടത്തും, ഇത് ഒരിടത്ത് മാത്രമല്ല, പക്ഷെ ലണ്ടൻ പോലീസ് എന്ത് ചെയ്തു? അവർ അനുമതി കൊടുത്തു. അതായത് ഇതിന് വരാനിരിക്കുന്ന ഒരു ആന്റി സെമറ്റിക് ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭണത്തിനും അവർ അനുമതി കൊടുത്തു. അപ്പോൾ അവർ വളരെ ഉദാരമാണ്. ഇതൊക്കെ പിന്നീടാണ് പുറത്തു വന്നത്. മേ ബി നിങ്ങൾ ലോകമെമ്പാടും നടന്നിട്ടുള്ള, അമേരിക്കയിൽ നിന്നും ഒക്കെ യൂണിവേഴ്സിറ്റികളൊക്കെ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ കണ്ടവർക്കറിയാം. ഒരുപക്ഷെ കേരളത്തിലാണ് ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുള്ളത്. ഇങ്ങനെ സോഷ്യൽ മീഡിയ പറയണ്ട, തുറന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കമൻറ്റുകളും ആയിരക്കണക്കിന് ലൈക്കുകളും ഇതൊക്കെ കയറ്റി അയച്ച ഇതൊരു ട്രേഡ് ഉണ്ടായിരുന്നെങ്കിൽ കേരളം തന്നെ ലോകത്തെ ഏറ്റവും റിച്ചസ്റ്റ് സ്റ്റേറ്റായി മാറുമായിരുന്നു. അമ്മാതിരി കമൻറ്റുകളും ലൈക്കുകളുമാണ് ചില വീഡിയോകൾക്കും ചില പോസ്റ്റുകൾക്കും ബില്ലുണ്ട്. അവൻ ഹമാസ് ഒറ്റയ്ക്കല്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. ഹമാസ് ചെറിയൊരു ഭാഗമേ ചെയ്യുന്നുള്ളൂ, തിയേറ്റർ വരുമാനം മാത്രമേ ഉള്ളൂ. ബാക്കി OTTയും സാറ്റലൈറ്റും TV-യും അതുമെല്ലാം തന്നെ വേറെ വേറെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുക. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കുറേ ഡിസ്ട്രിബ്യൂഷൻ അവിടെ നിന്നാണ്. കേരളത്തിലും നല്ലൊരു ഇതെടുക്കും, അവർ റൈറ്റ്സ് എടുക്കുകയാണ്. നിങ്ങൾ അവിടെ അത്രയും ചെയ്യും, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം. യഥാർത്ഥ യുദ്ധം എന്ന് പറയുന്നത് പുറത്താണ്, ചാനൽ റൂമുകളിലാണ്, തെരുവുകളിലാണ്, യൂണിവേഴ്സിറ്റികളിലാണ്.
ഇതിങ്ങനെയാണ്. അടുത്ത തവണ ഇത് ആവർത്തിച്ചാലും ഇങ്ങനെ തന്നെ നോക്കിക്കോണം. സംഗതി വളരെ ചെറുതായിരിക്കാം, പക്ഷെ അതിൻ്റെ അലകൾ വളരെ വലുതാണ്. And Israel, perhaps Israel is the only country in the world which is not allowed to defend itself. ഇതൊരു ഇസ്രായേലിൻ്റെ ഒരു വാദം തന്നെയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇസ്രായേലിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ലേ? കഴിയും. ഇസ്രായേലിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും. ഇറ്റ്സ് വെൽ കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ്. ഒരേ സമയം 7 രാജ്യങ്ങളുമായി അല്ലെങ്കിൽ 7 ശത്രുക്കളുമായി യുദ്ധം ചെയ്യുന്നു. ഇറാഖിലെ മിലിറ്റൻസ് ഉണ്ട്, ഹൂത്തികളുണ്ട്, ലബനിലെ ഹിസ്ബുള്ള, പെർഹാപ്സ് ദ ബിഗ്ഗസ്റ്റ് നോൺ സ്റ്റേറ്റ് പ്ലെയർ ഇൻ ദ വേൾഡ് ആണ് ഹിസ്ബുള്ള. ഹമാസ് ഉണ്ട്. പിന്നെ വെസ്റ്റ് ബാങ്കിൽ, അതായത് കൊട്ടാരക്കരയിൽ ഉള്ളിൽ അവിടെ അടി നടക്കുന്നു. പിന്നെ ഇറാൻ, എവിടെയോ കിടക്കുന്ന ഇറാൻ, പിന്നെ എവിടെയോ കിടക്കുന്ന ഹൂത്തികൾ. ഒരേ സമയം 7 ശത്രുക്കളുമായിട്ടാണ് ഈ കുഞ്ഞു രാജ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പകുതി എന്നെടുത്തു. ആ പകുതി ഇല്ല യഥാർത്ഥത്തിൽ. ആ നെഗേവ് മരുഭൂമിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ജനവാസമായ യോഗ്യമായ സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു 2-3 ജില്ലകളിൽ അത്രയുള്ള സ്ഥലമാണ്. 1 കോടി ആൾക്കാരുണ്ട്. അതിൽ 20% അറബ് മുസ്ലിംസാണ്. അവരവിടെ പൗരന്മാരായി അവകാശാധികാരങ്ങളുമായിട്ട് കഴിയും. ഇപ്പോൾ പൊതുവിലുള്ളൊരു നരേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ദികളുടെ കൈമാറ്റം, ഓരോ തവണയും ഈ ബന്ദികൾ ചിരിക്കുന്നതും അവർ പീഡിപ്പിക്കുന്നതും കാണുന്ന ഒരു വിജയാഹ്ലാദം പോലെയാണ്. തങ്ങളെന്തോ വലിയ കാര്യം ചെയ്തു എന്നാണ് ഹമാസ് പറയാൻ ശ്രമിക്കുന്നത്. മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുന്നു, ജനക്കൂട്ടം വിചാരവും മുഴക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു നരേറ്റീവ്, എല്ലാം ഫോൾസ് ആണ് ബേസിക്കലി ഉണ്ടാകുന്നത്. അതായത് ഇസ്രയേൽ തോറ്റു, വിജയിച്ചത് ഹമാസാണ്. ഹമാസിന്റെ പോരാട്ട വീര്യം എന്താണ്? പോരാട്ട വീര്യം എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഒരു ജനതയെ മൊത്തത്തിൽ കൊലക്കി കൊടുക്കുക. ഇങ്ങനെ ഹിറ്റ് ആൻഡ് റൺ, ഞങ്ങൾ അത്രേ ചെയ്തോളെന്നും പറഞ്ഞ് അവിടെ അത്രയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഓടി വന്നിരിക്കുക, തുരങ്കങ്ങളിൽ ഒളിക്കുക, ആശുപത്രിയിൽ പോയിരിക്കുക, സ്കൂളിൽ പോയിരിക്കുക, യുൻറ എന്ന് പറയുന്ന UN കേന്ദ്രത്തിൽ പോയിരിക്കുക. അപ്പം അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് ആരാണ് ഇത് അനുഭവിക്കേണ്ടത്? നിങ്ങൾ വീട്ടിലെ നാഥനാണ്, അച്ഛനാണ്. നിങ്ങൾ പിന്നെ കമ്പോളത്തിൽ പോയി മുഴുവൻ കൊള്ളരുതായ്മയും കാണിച്ചിട്ട് വീട്ടിൽ കയറി ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ പണ്ടില്ല കിണറ്റി ഇറങ്ങിയിരിക്കും. നിങ്ങൾ ഇറങ്ങി ആ മനുഷ്യ എന്നല്ല നമ്മൾ പറയും. നിങ്ങളുടെ പിള്ളേരുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, വാഴയുണ്ട്. പണ്ടത്തെ ഒരു ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങളുടെ എല്ലാ ആക്ഷനും കോൺസിക്വൻസ് ഉണ്ട്. അപ്പോൾ അവർ പറയും ഇത് തുടങ്ങിയത് ഒക്ടോബർ 7-നാണോ? ഒക്ടോബർ 7 വരെയുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, അതിലാരാ എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഒക്ടോബർ 7 എങ്ങനെയാണ് തുടങ്ങിയത്? ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന ഒരു ചിത്രം, ഇപ്പോൾ ഏറ്റവും പുതിയെന്ന് പറഞ്ഞാൽ ഇത് എല്ലാം ഞാൻ അൽ ജസീറ ചാനലിൽ നിന്നാണ് എടുക്കുന്നത്. അത് ഇതിൻ്റെ ഈ ഹമാസ് ടീമിൻ്റെ ഒരു ഭാഗമാണ്. അവർ പറയുന്നത് 61,709 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹമാസിൽ. അതിൽ കുട്ടികളും സ്ത്രീകളുമാണ് കൂടുതൽ. പിന്നെ ഈ കാണുന്നത് ഒരു വിജയമാണ് എന്നാണ് അവർ പറയുന്നത്. ചെറുത്തു നിന്നത് എങ്ങനെയാ? ഈ ഹമാസ് അല്ല ചെറുത്ത് നിന്നത്, ഹമാസിനെ അങ്ങോട്ട് കയറി വധിക്കുകയായിരുന്നു. ചെറുത്ത് നിന്നത് അവിടെയുള്ള നിസ്സഹായരായിട്ടുള്ള ജനങ്ങളാണ്. അവരുടെ യാതനയായിരുന്നു. അവരെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഇങ്ങനെ അടിക്കുകയായിരുന്നു. ഇല്ല, വാഷിംഗ് മെഷീനകത്ത് തുണി പോകുന്നു. നോർത്ത് ഗാസയിൽ നിന്ന് സദേൺ ഗാസയിലേക്ക് പോകുന്നു, സദേൺ ഗാസയിൽ നിന്ന് നോർത്തേൺ ഗാസയിലേക്ക് പോകുന്നു. അപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഇവരെങ്ങോട്ട് പോകും? ഈ ചോദ്യം കേട്ട് ആകെ ലക്ക് കെട്ടാണ് ട്രംപ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നും പറഞ്ഞ് ഈ അടുത്തിടെ ഒരു പ്രസ്താവന ഇറക്കി. ഇങ്ങനൊരു പ്രസ്താവന ഉണ്ടായിരുന്നു തുടക്കത്തിൽ, വെയർ ടു ഗോ. അന്ന് തുടങ്ങിയ സമയത്ത് നിന്ന് അതേ ടെൻഷനാണ്, അതേ പ്രശ്നമാണ്, അതേ തർക്കമാണ് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പം ഇത് ഒരു വിജയമാണെങ്കിൽ ഏതൊരു യുദ്ധം നടന്നാലും ഏതൊരു സംഘർഷം നടന്നാലും വിജയികളാണ് യഥാർത്ഥത്തിൽ പിന്നീട് അങ്ങോട്ടുള്ള ദ ഡേ ആഫ്റ്റർ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഹമാസ് ജയിച്ചെങ്കിൽ ഹമാസിന് സ്വീകരിക്കാൻ കഴിയണമല്ലോ. ഹമാസാണ് വിജയിച്ചത്, ബന്ദികളോട് ഇങ്ങനെ മോശമായി പെരുമാറുന്ന സിവിലിയൻസിനെ തട്ടിക്കൊണ്ടുപോകുന്നതാണ് മഹത്തരം എങ്കിൽ അവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയണം. അവർക്ക് കഴിയുന്നില്ല. ഇവിടെ ബേസിക്കലി കളി മോശമാണ്, പക്ഷെ ഭയങ്കര കമൻട്രിയാണ്. ഹമാസ് എന്താ ചെയ്തത്? ഇപ്പോൾ സിൻവർ ഒരു ചുള്ളിക്കമ്പെടുത്ത് ഡ്രോണിന് നേരെ എറിഞ്ഞു. അതിൽ സാമ്രാജ്യത്തിന് നേരെ വീശിയേറിയ ഒരു കുന്തമായിട്ടൊക്കെയാണ് ചിത്രീകരിക്കുന്നത്.
എന്തൊക്കെ ചർച്ചകളാണ്. സിൻവർ എങ്ങനെയാണ് മരിച്ചത്? സിൻവർ അതോടുകൂടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തിയെന്നാണ് പറയുന്നത്. സിൻവറിന്റെ ജീവിതത്തിൽ ഒരു അവസാന നിമിഷം പോലെ യഥാർത്ഥത്തിൽ സിൻവർ തുരങ്കത്തിനുള്ളിലായിരുന്നു. സൈയിട്ട് പുറത്ത് ചാടിച്ചതാണ്. ചാടിച്ച് മണിക്കൂറുകളിൽ ഫിനിഷ് ചെയ്യുകയും ചെയ്തു. തുരങ്കത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി എന്താന്ന് നോക്കിയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അവസാനം ഗതികെട്ട് പുറത്ത് ചാടിയതാണ്. സിൻവർ ഒന്നും ഉപയോഗിക്കത്തില്ല, യാതൊരു ഇലക്ട്രോണിക്കൽ ഗാഡ്ജറ്റ്സും ഒന്നും ഉപയോഗിക്കില്ല, ഫോൺ ഉപയോഗിക്കത്തില്ല, അതൊന്നും ഉപയോഗിക്കില്ല. പക്ഷേ അത്യാവശ്യത്തിനൊന്നുമില്ല പറഞ്ഞോണോ അങ്ങോട്ടൊന്ന് ഇറങ്ങേണ്ടി വന്നു, ഒരു വീഡിയോ വാങ്ങിക്കാൻ ഇറങ്ങേണ്ടി വന്നു എന്ന് പറഞ്ഞോളൂ. അപ്പോഴത്തേക്ക് സംഗതി കളിയൊന്നുമില്ല, കളി മോശമാണ്, കളിയെല്ലാം ഡെക്കാണ്. പക്ഷേ കമൻട്രി എന്ന് പറഞ്ഞു അയ്യോ ഡെക്കാണെങ്കിലും പിടിച്ചു നിന്നു, തീ പാറുന്ന പന്തുകൾക്ക് മുന്നിൽ പിടിച്ചു നിന്നു എന്നൊക്കെ ചില കമന്റേറ്റേഴ്സ് പറഞ്ഞു. ഞാൻ ഇതാണ് പറയുന്നത്, ഇത് ശരിക്കും ഇതൊരു മതപ്രശ്നമാണ് എന്ന് പറയാൻ കാര്യം ഇതാണ്. ഇവരിപ്പോൾ ഈ ബന്ദികളെ എങ്ങനെ ആക്ഷേപിക്കുന്നു, അധിക്ഷേപിക്കുന്നു? എന്താണ് ഇതിൻ്റെ പരിണിത ഫലം? ഇപ്പോൾ വന്ന് നിൽക്കുക ഈ അവസ്ഥയിൽ. ഇത് കാണുമ്പം ഇസ്രായേലിനുണ്ടാകുന്ന അല്ലെ ഇസ്രായേലിലെ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു രോഷം. ഇപ്പം ഈ ബന്ദികളെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക, സീസ് ഫയർ 42 ദിവസം എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരു വീണ്ടും ഇതിപ്പോൾ എല്ലാം കൊടുക്കത്തില്ലല്ലോ, ഇവരെന്തായാലും ബന്ദികളെല്ലാം ഇവരേൽ ഇല്ല, മിക്കവാറും എല്ലാവരും മരിച്ചിട്ടുണ്ടാവും. എവിടെയാണെന്ന് പോലും അവർക്കറിയില്ല, പലരെയും എവിടെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയില്ല, ഒന്നിലധികം ഗ്രൂപ്പുകളുണ്ടെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വീണ്ടും ഒന്നുകൂടെ സംഭവിച്ചാൽ, ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫൈറ്റ് റീസ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പരാജയപ്പെട്ടില്ല, വിജയിച്ചു എന്നൊക്കെയുള്ള ഒരു സംഗതിയിലൂടെ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് വീണ്ടും ഇതിനൊരു അവസാനം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ വീണ്ടും പ്രകോപനം ഉണ്ടാക്കുകയാണ്. ഒക്ടോബർ 7 ഉണ്ടാക്കിയ അതേ പ്രകോപനം തന്നെയാണ് വീണ്ടും ഉണ്ടാക്കുന്നത്. ഈ ഫോൾസ് ആയിട്ടുള്ള ക്ലെയിം നിങ്ങൾ കമൻട്രിയിലൂടെ, ഭയങ്കര കമൻട്രിയാണ്, കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കമൻട്രിയുടെ ആവശ്യമില്ല. സ്വന്തം ജനതയെ പ്രൊട്ടക്ട് ചെയ്യണം. ഇസ്രായേൽ IDF-ന്റെ പേര് തന്നെ ഇതാണ്, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്, ഡിഫെൻഡിങ് ഇസ്രായേൽ. ഇവരതല്ല ചെയ്യുന്നത്. ഇവർ പറയുന്നത് എന്താണ്? ജനത ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യട്ടെ, സ്ത്രീകളും കുട്ടികളൊക്കെ ഞങ്ങളുടെ പരിചയമാണ് എന്നാണ് പറയുന്നത്. അതിനവർ പറയുന്നൊരു വാദമുണ്ട്, ഞങ്ങൾ ഈ പൈസ എല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നത്? ഞങ്ങളുടെ രക്ഷയ്ക്കാണ്. അപ്പോൾ ഈ ജനങ്ങളോ? ആ ജനങ്ങൾ UN നോക്കിക്കോളും. പച്ചയ്ക്ക് അവർ പറയുന്ന കാര്യമാണ്. കാര്യം 75 മുതൽ 80% വരെ ജനങ്ങൾ ഗാസയിൽ അഭയാർത്ഥികളാണ്, സ്വന്തം രാജ്യത്ത് പിറന്നു വീണ സ്ഥലത്ത്. എന്നാലോചിച്ച് നോക്കുക, നമ്മളിവിടെ ജനിച്ചു ജീവിച്ചു 3 തലമുറ കഴിഞ്ഞിട്ട് നമ്മളിവിടെ അഭയാർത്ഥികളാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോജിക്ക് എന്താണ്? സ്വന്തം നാട്ടിൽ ആരെങ്കിലും അഭയാർത്ഥിയാവുമോ? 2005 ഗാസയിൽ നിന്ന് ഇസ്രായേൽ വിട്ടുപോകുന്നതാണ്. ഒറ്റ ഇസ്രായേൽ, ഒരു ജൂതൻ പോലും ഇവിടെയില്ല. ഒരു ജൂതൻ ഉണ്ടെങ്കിൽ അപ്പോഴേ അവൻ്റെ കാര്യം പോക്കാണ്. ഒരു ജൂതനെ നിങ്ങൾക്ക് ഗാസയിലേക്ക് വിടാൻ പറ്റില്ല. എത്തനിക് ക്ലെൻസിങ് എന്നൊക്കെ പറഞ്ഞാൽ എമ്മാതിരി ക്ലെൻസിങ് ആണ്. 2005 9,000 വരുന്ന ജൂതന്മാരാണ് അവിടെ മുഴുവൻ കുടുംബം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ച് ഇസ്രായേലിലേക്ക് പോകുന്നു. ഒരു ജൂതനുമില്ല. ഇതുപോലെ തന്നെ പാലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത്, വെസ്റ്റ് ബാങ്കിലും, അവിടെ ഒരു ജൂതൻ ചെന്ന് കഴിഞ്ഞാൽ ആ ജൂതനെ വല്ല പോലീസ് സ്റ്റേഷനിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നവനെ കൊല്ലും. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതാണ് ഈ പാലസ്തീൻ, ഈ ഗാസ എന്ന് പറയുന്നിടത്തും ഈ വെസ്റ്റ് ബാങ്കിലെ പാലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്ന സ്ഥലത്തും ഒരു ജൂതൻ കയറാൻ പാടില്ല. ഇവരാണ് അപ്പാർത്തൈഡിനെ കുറിച്ചും മറ്റു വിവേചനങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാണ്, ഇത് പറഞ്ഞുണ്ടാക്കുന്ന കമന്ററി അല്ല. അങ്ങനെ കയറിയ ജൂതന്മാരെയൊക്കെ പോലീസ് സ്റ്റേഷന്റെ 1ാം നിലയിൽ നിന്ന് എടുത്ത് താഴോട്ട് എറിഞ്ഞിട്ടുണ്ട്. ഒരു പോലീസുകാരൻ, 2 പോലീസുകാരൻ ജൂതന്മാർ എടുത്ത് മേളിലൊന്ന് ജനക്കൂട്ടം അപ്പോഴേ വിട്ടുകൊടുക്കണമെന്നാണ് പറയുന്നത്. ഇനി ചിലർ പറയാറുണ്ട് ഈ യുദ്ധമെല്ലാം ഇത് പാലസ്തീന് വേണ്ടിയാണ്. ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിയൊക്കെ എന്തോ ഒരു പേഴ്സോ ബാഗോ ഒക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഹമാസിന് വേണ്ടിയല്ല, ഹമാസ് ഭീകരവാദികളാണ്, പാലസ്തീന് വേണ്ടിയാണ്. അപ്പോൾ പാലസ്തീൻ ഏതാണ്? അത് യാസർ അറാഫത്തൊക്കെ നല്ല നേതാവായിരുന്നു. മോഡേൺ ടെററിസത്തിന്റെ പിതാവാണ് യാസർ അറാഫത്ത്. ആധുനിക ഭീകരവാദത്തിന്റെ പിതാവാണ്. പുള്ളിയുടെ ഓരോ സ്റ്റെപ്പും നോക്കിയാൽ മതി. പുള്ളി ചെയ്യാത്ത ഒന്നും അവർ ചെയ്യുന്നില്ല, പുള്ളി പറയാത്ത ഒന്നും അവർ പറയുന്നുമില്ല. പിന്നെ കുറച്ചുകൂടെ പച്ചക്കങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. കുറെ കൂടെ തക്കിയ യാസർ അറാഫത്തായിരുന്നു. ഇവിടെ ഈ ഹമാസാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നിങ്ങൾ എംബ്ലം ഫത്ത, അതായത് യാസർ അറാഫത്തിന്റെ പാർട്ടി, അതിൻ്റെ ചിഹ്നം നോക്കുക.
ഒരു ഇസ്രയേൽ നിങ്ങൾ കാണാം. ഇസ്രയേൽ ഏതാ, മധ്യ ഇസ്രയേൽ വരെ ഉണ്ട്. അതിൻ്റെ മേളിൽ സൂപ്പർ ഇമ്പോസ് ചെയ്തിരിക്കുന്ന 2 റൈഫിള്, പിന്നെ അതിൻ്റെ അടി ഒരു ഗ്രാനേഡ്, 2 കുഴിബോംബോട് ആകാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇതാണ് ഫത്തയുടെ ഐക്കൺ, അല്ലെന്നുണ്ടെങ്കിൽ സിംബൽ. ഹമാസിൻ്റെ നോക്കൂ, ഹമാസിൻ്റെ 2 വാള്, അൽ-അക്സ പള്ളി, അതിൻ്റെ മേളിൽ ഫുൾ ഇസ്രയേൽ, ഇസ്രയേലിൻ്റെ മൊത്തം മേളിൽ ഇസ്രയേലിൽ. അതായത് ഇവർ രണ്ടുപേരും പറയുന്നത് മൊത്തം ഇസ്രയേലിന് വേണ്ടിയുള്ള സംഗതിയാണ്. അല്ലാതെ ഈ ചിലരൊക്കെ 2 നേഷൻ തിയറി, 3 നേഷൻ തിയറി ഫത്തയും പറയുന്നില്ല. ഇപ്പൊ അവരെന്തെങ്കിലുമൊക്കെ നാട്യങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ടാവാം. യാസർ അരാഫത്തും പറയുന്നില്ല, യഥാർത്ഥത്തിൽ അത് പറഞ്ഞിട്ടുമില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഇത് എന്നെ സോൾവ് ആയാലേ. മൊത്തം ഇസ്രയേൽ, ജൂതന്മാർ അവിടെ പാടില്ല എന്ന് തന്നെ അവർ പറയും. അതാണ് അവിടുത്തെ പ്ലേസ്. പിന്നെ ഇവിടെ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് 2 നേഷൻ തിയറി, 3 നേഷൻ തിയറി, 1 നേഷൻ തിയറി, എണ്ണിപ്പടിക്കാം 1, 2, 3. ഇവർ പറയുന്നത് മൊത്തം ജൂതന്മാരുടെ കാര്യമാണ്. നിങ്ങൾ അവിടെ കാണുന്ന ഒരു പടം നിങ്ങൾ കണ്ടു കഴിയുക. ഒരു പ്രോ പാലസ്റ്റീൻ പ്രകടനമാണ്. അവിടെ ഒരു പെൺകുട്ടി വളരെ ആവേശത്തോട് ഉയർത്തി കാണിക്കുന്ന ഒരു സ്വസ്തികയാണ്, നാസികളുടെ ചിഹ്നമാണ്. ഏത് പാലസ്തീൻ അനുകൂല പ്രകടനം നടന്നാലും ഹിറ്റ്ലറിന് നന്ദി പറയാതെ അത് അവസാനിക്കുകയില്ല. 60 ലക്ഷം ജൂതന്മാരെ തീർത്തതിന് ഹിറ്റ്ലർക്ക് നന്ദി എന്നുള്ള മുദ്രാവാക്യം എഴുതി വെക്കാം, പറയല്ല, എഴുതി വെക്കാതെ ഒരു പ്രോ പാലസ്തീൻ പ്രകടനങ്ങൾ വളരെ അപൂർവമാണ്. ഇത് 2006 ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അഹമ്മദി നിജാദ്, പുള്ളി ഈ ഹോളോകോസ്റ്റ് ഡിനയേഴ്സ് എന്ന് പറയുന്ന ഒരാൾക്കാരുണ്ട്. അതായത് ഹോളോകോസ്റ്റ് ഒന്നും നടന്നിട്ടില്ല, അത് വെറുതെ ജൂതന്മാർ പറഞ്ഞുണ്ടാക്കുന്ന കഥകളാണ്. അങ്ങനെ ജൂതന്മാരും പോയിട്ടില്ല, മരിച്ചിട്ടില്ല. അഥവാ മരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ 10,000 പേര് എന്നുള്ള രീതിയിലുള്ള ചരിത്ര നിഷേധികൾ എന്നറിയപ്പെടുന്ന ഹോളോകോസ്റ്റ് ഡിനയേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ടും അത് മതവുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ പല പുസ്തകങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്, മലയാളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഹോളോകോസ്റ്റ് സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്പർ എത്രയില്ല എന്നൊക്കെയുള്ള രീതി. ഇങ്ങനെയുള്ളവരെല്ലാം അതിൽ പല ആൾക്കാരെ വിളിച്ചുകൂടി ഇറാനിൽ യോഗം നടത്താണ്. അതിനകത്ത് വെച്ച് അഹമ്മദി നിജാദ് 2006 പറഞ്ഞാണ്, ഐ വോണ്ട് ടു ടെൽ ദ വെസ്റ്റേൺ കൺട്രീസ് ദാറ്റ് ആസ് സോവിയറ്റ് യൂണിയൻ വാസ് വൈപ്ഡ് ഔട്ട് ആൻഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് എനിമോർ, സോ വിൽ ദ സയനിസ്റ്റ് റെഷീം സൂൺ ബി വൈപ്ഡ് ഔട്ട് ആൻഡ് ഹ്യൂമാനിറ്റി വിൽ ബി ഫ്രീ. ഇവരെല്ലാം വിളിച്ചത്, അതായത് ഇതിനകത്ത് ജൂത നേതാക്കളും ഉണ്ടായിരുന്നു. മനസ്സിലായി? എല്ലാ സമൂഹങ്ങളിലും അതിൻ്റെ ഇതും കാണുമല്ലോ, എക്സ് മുസ്ലിം, വൈ മുസ്ലിം എന്നൊക്കെ പറയുന്നത് പോലെ പല ആൾക്കാരുണ്ട്. അവരോട് പറഞ്ഞാണ് 2 ദിവസത്തെ ഗ്യാതറിംഗ് ആയിരുന്നു. അപ്പം ഇത് ഒറ്റ ഐഡിയ ഉള്ളൂ, ഡിസ്ട്രക്ഷൻ ഓഫ് ഇസ്രയേൽ, ദാറ്റ് ഈസ് എ പോളിസി. ഈ ബിൽ ക്ലിൻ്റൺ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ബിൽ ക്ലിൻ്റൺ 2001 പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ സമയത്ത് ബിൽ ക്ലിൻ്റനുമായിട്ട് യാസർ അരാഫത്ത്, അതുപോലെ തന്നെ ഷിമോൺ പെരസ്, ഇവരുമായിട്ടൊക്കെ ഒരുപാട് സന്ധികളൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കാൻ ശ്രമിച്ച ആളാണ് ബിൽ ക്ലിൻ്റൺ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ടൈമിൽ. പുള്ളി ഒഴിയാൻ സമയത്ത് യാസർ അരാഫത്ത് അദ്ദേഹത്തോട് പറഞ്ഞതായിട്ട് ഇദ്ദേഹം പറഞ്ഞാണ്, യു ആർ എ ഗ്രേറ്റ് മാൻ അരാഫത്ത് സെറ്റ്. ക്ലിൻ്റൺ അങ്ങ് വലിയൊരു മനുഷ്യനാണെന്ന്, അല്ലേ, മഹാനായ ഒരു മനുഷ്യനാണ്. ആൻഡ് ക്ലിൻ്റൺ റെസ്പോണ്ടഡ്, I am a colossal failure and you made me one. നിങ്ങൾ എന്നെ ഗ്രേറ്റ് എന്ന് വിളിക്കുന്നു, പക്ഷെ ഞാനൊരു മഹാ തോൽവിയാണ്. നിങ്ങളാണ് എന്നെ തോൽവിയാക്കിയത്. ഇപ്പുറത്തെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ഡിസംബറിൽ 2024 ഡിസംബറിലെ റിപ്പോർട്ടാണ്. ബിൽ ക്ലിൻ്റൺ, യങ് അമേരിക്കൻ ഷോക്ക് ടു ലേൺ അറാഫത്ത് ടേൺ ഡൗൺ പാലസ്റ്റീനിയൻ സ്റ്റേറ്റ്. ഇന്നത്തെ മനുഷ്യരും വിശ്വസിക്കുകയില്ല, ഒരു പാലസ്റ്റീനിയൻ സ്റ്റേറ്റ് ഇന്നൊക്കെ കാണുന്നതിനേക്കാൾ എത്രയോ മികച്ചൊരെണ്ണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഏതായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. അറാഫത്ത് വാക്ക്ഡ് അവേ ഫ്രം എ പാലസ്റ്റീൻ സ്റ്റേറ്റ് വിത്ത് എ ക്യാപിറ്റൽ ഇൻ ഈസ്റ്റ് ജെറൂസലേം. ക്യാപിറ്റൽ ഇൻ ഈസ്റ്റ് ജെറൂസലേം. ജെറൂസലേം മൊത്തം ട്രംപ് അവരുടെ അമേരിക്കയുടെ എംബസി അങ്ങോട്ട് മാറ്റിയിരിക്കുക. ഇനി അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. എ ക്യാപിറ്റൽ ഇൻ ഈസ്റ്റ് ജെറൂസലേം, 96% ഓഫ് വെസ്റ്റ് ബാങ്ക്. 4% ഒഴികെ 96% വെസ്റ്റ് ബാങ്ക്. എൻ്റെ വെസ്റ്റ് ബാങ്ക് ഒരു 4500 സ്ക്വയർ കിലോമീറ്റർ വരും. എൻ്റെ വെസ്റ്റ് ബാങ്ക് 96%.
ബാക്കി 4% കുറവുള്ളത് ഇസ്രായേലിൽ നിന്ന് എടുത്തു കൊടുക്കും. ഇപ്പോഴത്തെ ഇസ്രായേലിനകത്ത് എടുത്തു കൊടുക്കും. പിന്നെ ഗാസ. ഇത്രയും സംഗതികൾ കൊടുക്കാമെന്ന് പറഞ്ഞു അരാഫത്ത് ഇറങ്ങിപ്പോയി. എന്ത് മനുഷ്യനായിരുന്നു! ഭയങ്കര ഹി വാസ് വെരി ഡിസപ്പോയിന്റഡ് വിത്ത് യാസർ അരാഫത്ത്. ബിൽ ക്ലിന്റനോട് ചോദിച്ചു കഴിഞ്ഞാൽ അരാഫത്തിനെ കുറിച്ച് പറയുമ്പോഴേ പുള്ളി പറയുന്നതാണ്, ഒരു ജനതയുടെ മുഴുവൻ ഇന്നും ഈ പ്രശ്നം ഇത്രയും പോകാം. നോക്കൂ, ഇപ്പൊ ഈ പറയുന്ന വെസ്റ്റ് ബാങ്ക് ഒന്നും അവർക്ക് ചിന്തിക്കാനേ പറ്റില്ല. അവിടെ എല്ലാം സെറ്റിൽമെന്റ് ആയി കഴിഞ്ഞു, യൂത സെറ്റിൽമെന്റ് ആയി കഴിഞ്ഞു. ഗാസയുടെ അവസ്ഥ കണ്ടു. 4% ഇസ്രായേലിന്റെ ഭാഗം, ഇതെല്ലാം പോയി. 25 years ആയി. കാരണം അരാഫത്തിന്റെ ഉദ്ദേശം ഇതൊന്നും ആയിരുന്നില്ല. അരാഫത്ത് കൂടുതലും പറഞ്ഞ 1948 67 ഇടയ്ക്ക് അവിടെ ജൂത അറബ് യുദ്ധങ്ങളിൽ കുടിയിറക്കപ്പെട്ട ജനങ്ങളെല്ലാം പലയിടങ്ങളിലായിട്ട് കിടക്കുന്ന അവരെല്ലാം കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള റൈറ്റ് ടു റിട്ടേൺ വേണമെന്നാണ്. അതായത് 10-50 വർഷങ്ങൾക്ക് മുന്നേ കുടിയിറക്കപ്പെട്ട ആളുകളൊക്കെ എവിടെയാണോ അവരെല്ലാം തിരിച്ച് അവരുടെ സ്ഥലങ്ങളിലേക്ക് വരണം. അങ്ങനെയാണ് ജൂതന്മാർ വന്നിടത്തെല്ലാം. ഈ ജൂതന്മാർ മുഴുവൻ അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് ജൂതന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇറാഖിലൊക്കെ ലക്ഷക്കണക്കിന് ജൂതന്മാരുണ്ട്. അവിടെ ഇപ്പോൾ എത്രയുണ്ടെന്ന് അന്വേഷിച്ചാൽ മതിയോ. യൂറോപ്പിൽ നിന്നെല്ലാം ജൂതന്മാർ ഇവിടെ വന്നു. യൂറോപ്പിൽ നിന്ന് ജൂതന്മാർ ഇവിടെ വന്നത് എന്തിനാണ്? അവർ കൊളോണിയൽ സെറ്റിൽമെന്റിനായിട്ട് പിടിച്ചെടുക്കാനൊന്നും വന്നതല്ല. മൂട്ടിൽ തീ പിടിച്ച് ഓടി വന്നതാണ്, പ്രാണഭയം കൊണ്ട് ഓടി വന്നതാണ്. അഭയാർത്ഥികളാണ്. സെറ്റിലർ കൊളോണിയലിസം എന്നൊക്കെ പറയാറുണ്ട്. അഭയാർത്ഥികളുടെ കൊളോണിയലിസമാണ്. ശരി, ഇത് തന്നെയല്ലേ അമേരിക്കയൊന്നും ശരിക്കും അങ്ങനെയുള്ള അഭയാർത്ഥികളായിരുന്നില്ല. തുടക്കത്തിലായിരുന്നു. ഓസ്ട്രേലിയയൊക്കെ അത് തന്നെയാണ്. മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരിടത്ത് നിന്നിട്ടൊന്നുമില്ല. അങ്ങനെയാണ് എല്ലാവരും ആഫ്രിക്കയിലേക്ക് തിരിച്ചു ചെല്ലണം. ഒരർത്ഥത്തിൽ വലിച്ചു നീട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ വന്നതായിരിക്കും. അതിൻ്റെ കഥയൊന്നും പറയണ്ട. ഇത് ഹജ്ജ് അമീൻ അൽ ഹുസൈനി എന്ന് പറയുന്ന ഗ്രാൻഡ് മുഫ്തി ഓഫ് ജെറുസലേമാണ്. പുള്ളി നാസിസത്തിന്റെ കളിത്തോഴനായിരുന്നു. ദ ഫൈനൽ സൊല്യൂഷൻ, അല്ലെങ്കിൽ ജൂതന്മാരെ മൊത്തം കൊന്നെടുക്കുന്ന ഈ ഹോളോകോസ്റ്റിന് ഏറ്റവും അധികം സന്തോഷിച്ചിരുന്ന അറബ് നേതാവായിരുന്നു. പുള്ളി ഭയങ്കര ആന്റി സെമറ്റായിരുന്നു. ഈ ജൂതന്മാരെ ഹിറ്റ്ലർ കൊന്നെടുക്കുന്നതിൽ ആഹ്ലാദിച്ചിരുന്ന ആളാണ്. ഈവൻ അതിന് പ്രേരിപ്പിച്ചു എന്നുള്ള ആരോപണങ്ങൾ നേരിടുന്ന ആളാണ്. യഥാർത്ഥത്തിൽ ഈ ഹുസൈനിയിൽ നിന്നാണ് ഗ്രാൻഡ് മുഫ്തി ഓഫ് ജെറുസലേം. പുള്ളിയുടെ കാലത്ത് പുള്ളിയുടെ വലിയൊരു ആരാധകനായിരുന്നു ഈ അറാഫത്ത്. പുള്ളിയുടെ ഒരു വാചകം പറഞ്ഞത്, കിൽ ദ ജ്യൂസ് വെർ എവർ യു ഫൈൻഡ് ദം, ദിസ് പ്ലീസസ് ഗോഡ്, ഹിസ്റ്ററി ആൻഡ് റിലീജിയൻ. എവിടൊക്കെ ജൂതനെ കണ്ടാലും കൊന്നേക്കുക, ഇത് ദൈവത്തെ പ്ലീസ് ചെയ്യുന്നു, ചരിത്രത്തെയും മതത്തെയും. റേഡിയോ ബെർലിനിൽ എങ്ങനെയാണ് പുള്ളി പോകുന്നത്, റേഡിയോ ബെർലിൻ എങ്ങനെയാണ് പുള്ളിയുടെ പ്രസംഗം പ്രക്ഷേപണം ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കുക. പുള്ളിയുടെ വേറൊരു കോട്ടാണ്, ഓൺ November 2, 1943 ആനിവേഴ്സറി ഓഫ് ദ ബാൽഫോർ ഡിക്ലറേഷൻ. അത് അവിടെയും ബെർലിനിൽ ഒരു പ്രൊട്ടസ്റ്റ് റാലി ഓർഗനൈസ് ചെയ്തിട്ട് അതിനകത്ത് അദ്ദേഹം സംസാരിക്കുകയാണ്. The Jew is an egoistical creature. He thinks he is a member of the chosen people and all other people must serve him. ഇവനൊരു ഭയങ്കര അഹങ്കാരിയാണ് ഈ ജൂതൻ. അവൻ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയിൽപ്പെട്ട ഒരാളാണെന്നാണ് അവന്റെ ധാരണ. ആൻഡ് ഓൾ അതർ പീപ്പിൾ മസ്റ്റ് സെർവ്, ബാക്കിയുള്ളവരെല്ലാം അവനെ സെർവ് ചെയ്യണമെന്നാണ് അവൻ പറയുന്നത്. ദ ജൂ ഈസ് ദ എനിമി ഓഫ് ഇസ്ലാം. ജൂതൻ ഇസ്ലാമിന്റെ എനിമിയാണ്. മതപുസ്തകത്തിൽ പറയുന്നത് മാത്രമല്ല, പുസ്തകത്തിന്റെ അനുയായികളും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അങ്ങനെ അല്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് നിങ്ങളൊന്ന് ലോക്ക് ചെയ്തേക്കുക ആ പ്രസ്താവന. അത് ശരിയാവാനുള്ള സാധ്യത കുറവാണ്. The Jew is the enemy of Islam and he is the one who killed the Prophet Muhammad. പുള്ളി പ്രൊട്ടസ്റ്റ് റാലിയിൽ പ്രസംഗിക്കുകയാണ്. 1943 മുഹമ്മദിനെ കൊന്നത് ഒരു ജൂത സ്ത്രീ വിഷം കൊടുത്താണ്. മനസ്സിലായി? എങ്ങനെയാണോ ജൂതന്മാരെ ക്രിസ്ത്യാനികൾ വേട്ടയാടാൻ ശ്രമിച്ചത്, ക്രിസ്തുവിനെ കൊന്നത്. അപ്പോൾ തങ്ങളുടെ മതനേതാക്കളെ കൊന്നവരാണ് ജൂതന്മാരെന്ന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വ്യത്യസ്തമായ അളവുകളിൽ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് ഇന്ന് ലോകത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 500 വർഷമായിട്ട് ഈ ലോകത്ത് രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളെല്ലാം അടിസ്ഥാനം. പ്രശ്നം മതപരമാണ്. ക്രൈസ്റ്റ് കില്ലേഴ്സ് എന്നാണ് യൂറോപ്പിലെമ്പാടും ക്രിസ്ത്യാനികൾ ജൂതന്മാരെ പീഡിപ്പിച്ചവരെ വിളിച്ചിരുന്നത്.
പിന്നെ ഏതോ ചരിത്രത്തിൻ്റെ ഏതോ സന്ധികളിൽ വെച്ച് ക്രിസ്ത്യാനിറ്റിയും ജുഡായിസവും തമ്മിൽ രമ്യതപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ഒരു പേജിൽ വരുന്നത്. അല്ലെങ്കിൽ ഇസ്രായേലിനെ ആദ്യം അടിക്കേണ്ട അമേരിക്കയാണ്. അത് നടക്കാത്തതിൻ്റെ കാര്യം ഈ ഒരു സംഗതി, ക്രൈസ്റ്റ് കില്ലേഴ്സ് എന്നുള്ള ഒരു സംഗതി എങ്ങനെയോ ആവിയായി പോയി എന്നുള്ളതാണ്. എല്ലായിടത്തും പോയി എന്ന് പറയുന്നില്ല, എന്നാലും ബേസിക്കലി ജൂതന്മാർ സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു ബോധ്യം മുഖ്യധാര ക്രിസ്ത്യാനിറ്റിയിൽ വന്നിട്ടുണ്ട്. അത് അടുത്തിടെ വന്ന സാധനമാണ്. പക്ഷേ ഇയാൾ പറഞ്ഞെന്താണ്, മുഹമ്മദിനെ കൊന്നത് ജൂതനാണ്, അല്ലെ ജൂത സ്ത്രീയുടെ കാര്യമായിരിക്കും. കഥകളൊക്കെ എങ്ങനെയാണ്, എന്തോ ഒരു വിഷം കൊടുത്തു, 3-ാം ദിവസം മുഹമ്മദ് മരിച്ചു എന്നൊക്കെ. But the Germans know how to get rid of the Jews. What brings us close to Germany is that Germany has never caused damage to Muslims. And it fights against our mutual enemy, the Jews. But above all, they finally solved the Jewish problem for good. ഒരിക്കലും ജർമ്മനി മുസ്ലിങ്ങളെ ദ്രോഹിച്ചിട്ടില്ല. നമ്മളും ജർമ്മനിയും മുസ്ലിങ്ങളും ഒരുമിക്കാനായിട്ടുള്ള പ്രധാന കാരണം നമ്മളുടെ പൊതുശത്രുവാണ് എന്നുള്ളതാണ്. മാത്രമല്ല അതിനെല്ലാം ഉപരിയായിട്ട് ജൂയിഷ് പ്രോബ്ലം അവർ പരിഹരിച്ചു തന്നു. എങ്ങനെയാണ്? ഹോളോകോസ്റ്റ് മോഡൽ. ഈ യാസർ അരാഫത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഐഡലായിരുന്നു. യാസർ അരാഫത്തായിരുന്നു പാലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ ചെയർമാനൊക്കെ ആയിരുന്നു. പുള്ളി ഇന്ത്യയിലൊക്കെ വളരെ പോപ്പുലർ ആയിരുന്നു. മിക്കവാറും ഇന്ദിരാഗാന്ധിയായിട്ടുള്ള പടം, എൻ്റെ സ്റ്റഡി റൂമിൽ ഒരു പടം ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി യാസർ അരാഫത്തുമായിട്ടിരിക്കുന്നത്. നമ്മൾക്കത് വൺ വേ ട്രാഫിക് ആയിരുന്നു അന്നത്തെ ഇവിടുത്തെ നരേറ്റീവ് എല്ലാം തന്നെ. ഇയാൾ എന്തോ വലിയൊരു സമര പോരാളിയാണ്, ചെഗുവേര, യാസർ അരാഫത്ത്, ഇങ്ങനെയെല്ലാം പോരാളി എന്നുള്ളൊരു രീതിയിൽ മാത്രം ഒരു വൺ വേ ട്രാഫിക് നരേറ്റീവ്സ് മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത്. പുള്ളിയുടെ ഒറ്റ ഒരു ഇൻസിഡൻറ്റ് 72 മ്യൂണിക് ഒളിമ്പിക്സിൽ അവരെ ബ്ലാക്ക് സെപ്റ്റംബർ ബ്രിഗേഡ് എന്നറിയപ്പെടുന്നത്, അത് ലെബനിലൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിയ ടീമുകളാണ്. ഇവര് ഒളിമ്പിക് ഗ്രാമത്തിൽ കടന്നു കയറിയിട്ട് ഏതാണ്ട് 11ഓളം വരുന്ന 9 ആണോ 11 എനിക്കറിയില്ല, ഇസ്രയേലി അത്ലറ്റുകൾ, 2 കോച്ച്, 9, 2, 10 ഇവരെ ആക്രമിക്കുന്നു. അപ്പം ജർമ്മൻ പോലീസ് എന്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവരെ ല്യൂറി ചെയ്തുകൊണ്ട് ഇവരെ എന്താ പറയുക കുറച്ച് അനുനയപ്പെടുത്തിക്കൊണ്ട് എയർപോർട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഒരു അറ്റാക്ക് നടക്കുന്നു. പക്ഷെ അറ്റാക്ക് ആകെ പാളിപ്പോകുന്നു. ഇവന്മാർ അത്ലറ്റുകളെല്ലാം കൊല്ലുന്നു. അതിൽ 5 പേരെ കൊന്നവരിൽ 5 പേരെ ഈ ജർമ്മൻ പോലീസ് കൊല്ലുന്നു. 3 പേര് പിടിക്കുന്നു. ഉടനെ ഇയാൾ എന്താ ചെയ്യുന്നറിയോ? യാസർ അരാഫത്ത് ഒരു ലുഫ്താൻസ, ജർമ്മൻ എയർവേസ് ആണ്, അത് തട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് അവരെ വിട്ടുകിട്ടാൻ പറയുന്നു. ജർമ്മൻ പോലീസ് വിട്ടുകൊടുക്കും. നോക്കൂ, അത്ലറ്റ്സ്, ഒളിമ്പിക്സിന് തയ്യാറാൻ പോകുന്ന അത്ലറ്റിക്സിനെ ഒളിമ്പിക് ഗ്രാമത്തിൽ കയറി ബന്ദികളാക്കുന്നു. ഏറ്റുമുട്ടാൻ ശ്രമിക്കുമ്പോൾ, മോചിതരാക്കാൻ ശ്രമിക്കുമ്പോൾ അവരെല്ലാം കൊന്നുകളയുന്നു. അത്ലറ്റുകളാണ്. അവരവിടെ സ്വർണം നേടാനോ എന്തെങ്കിലുമൊക്കെ പ്രകടനം നടത്താൻ വരുന്നവരാണ്. അപ്പോൾ അതിൽ കൊല്ലപ്പെടുന്നു. ബാക്കി 3 പേര് രക്ഷപ്പെടുന്നു, അല്ലെ 3 പേരെ അറസ്റ്റ് ചെയ്യുന്നു. ഈ അറസ്റ്റ് ചെയ്യുന്നവരെ ഒഴിവാക്കാനായിട്ട് ജർമ്മനിയുടെ വിമാനം ഹൈജാക്ക് ചെയ്യുന്നു. അത് മൊത്തം വിമാനം ഹൈജാക്ക് ചെയ്യലാണ്. ഇതിനകത്തെല്ലാം ഉണ്ട്. ഇന്ന് ഹമാസ് ചെയ്യുന്നതിൻ്റെ തിരക്കഥ മൊത്തം ഇതിനകത്തുണ്ട്. ഇത് തന്നെ സംഭവിക്കും. ബന്ദികളെ കൊല്ലുക എന്നുള്ളത് ഈ ഒരു ഐഡിയോളജിയുടെ ഭാഗമാണ്. പുള്ളിയുടെ ഒരു പ്രസിദ്ധമായ പ്രസ്താവനയാണ് വൂം ഫെയർ എന്ന് പറയും. വാർഫെയർ അല്ല, വൂം ഫെയർ. ദ വൂം ഓഫ് അറബ് വുമൻ ഇസ് മൈ സ്ട്രോങ്ങസ്റ്റ് വെപ്പൺ എന്നാണ് പറയുന്നത്. അറബ് സ്ത്രീയുടെ ഗർഭപാത്രമാണ് എൻ്റെ ഏറ്റവും ശക്തമായ ആയുധം. അതിപ്പോഴും ഈ പോപ്പുലേഷൻ കൂട്ടുക, പോപ്പുലേഷൻ വർധനവിലൂടെ എങ്ങനെ രാഷ്ട്രീയ അധികാരം ഉറപ്പിക്കാം എന്നുള്ളത് അത് ഈ മതപരമായിട്ടുള്ള ഒരു ആശയമാണ്. അത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇതൊക്കെ പുള്ളി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് മൊത്തം ഇസ്രായേലികളെ തുരത്തേണ്ടുന്നത് എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ രഹസ്യ പ്രസംഗങ്ങളൊക്കെ പിന്നീട് ലീക്കായിട്ടുണ്ട്. പുള്ളി ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ എണ്ണം കൂട്ടുക. പക്ഷേ അവിടെ ആക്ച്വലി വരിക, ഇപ്പോൾ ഇസ്രായേൽ ഒരു വലിയൊരു ആശങ്കയാണ്. അവിടെയുള്ള പാലസ്റ്റീൻ അറബ്സിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ നോൺ ജ്യൂസിൻ്റെ ബർത്ത് റേറ്റ് കൂടുന്നുണ്ട്, ജൂതന്മാരുടെ ബർത്ത് റേറ്റ് കൂടുന്നില്ല. അതുകൊണ്ട് കുറേ കഴിയുമ്പോൾ ഇസ്രായേലിനുള്ളിൽ തന്നെ ഇപ്പം 72 ബാക്കി ഒരു 28, 24 അങ്ങനെ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്. അതങ്ങ് മാറും. പിന്നെ ഇലക്ഷൻ വരുമ്പോൾ പിന്നെ
ജൂതന്മാർക്ക് അവിടെ അധികാരം കിട്ടാൻ വയ്യാതാവും എന്നുള്ള രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള ലിറ്ററേച്ചർ അവിടെ ഉണ്ട്, സംസാരമുണ്ട്. പക്ഷേ ഞാനതിൻ്റെ ഒരു ഡേറ്റ നോക്കിയപ്പോൾ ഈ ജൂതന്മാരുടെയും പാലസ്തീൻ അറബുകളുടെ ഇസ്രയേലിലുള്ള പാലസ്തീൻ അറബുകളുടെ ബർത്ത് റേറ്റ് പണ്ടൊരുപാട് കൂടുതലായിരുന്നെങ്കിലും ഇപ്പോൾ അത് കുറഞ്ഞു വരികയും ജൂതന്മാരുടെ ബർത്ത് റേറ്റ് ഏതാണ്ട് ഒരു 3.5 3.4 ഇങ്ങനെ രണ്ടും ഏതാണ്ട് ഒരേപോലെ പോകുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഈ ഓർത്തഡോക്സ് ഹൈപ്പർ ഓർത്തഡോക്സ് ജൂതന്മാരുടെ ബർത്ത് റേറ്റ് കൂടുതലാണ്. ലൈക്ക് അഷ്കനാസി ജ്യൂസ് അതേപോലെയുള്ള ജ്യൂസ് ഉണ്ട്. അവരൊരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കോൺസ്ക്രിപ്ഷൻ നിർബന്ധിത സൈനിക പരിശീലനത്തിന് അവർ തയ്യാറുമല്ല. അതാണ് അതിനേക്കാൾ രസം. ബാക്കിയുള്ളവരൊക്കെ പോയി ചത്തോണ്ട്. ഇവരാണ് കൂടുതൽ ഈ ഫാർ റൈറ്റ് ജ്യൂസ് എന്ന് പറയുന്നുണ്ട്, ഭയങ്കര അലമ്പാണ്. ഞാൻ പറഞ്ഞല്ലോ പഴയ ഈ പിന്നെ ശനിയാഴ്ച ദിവസം ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ ബട്ടൺ പോലും അമർത്താത്ത ടീമുകളുണ്ട്. കാര്യം അന്ന് ജോലി ചെയ്യാൻ വയ്യ, സബാത്താണ്, അന്ന് ഒന്നും ചെയ്യാതിരിക്കണമെന്ന് പറഞ്ഞ് ആ മോഡൽ നടക്കുന്ന ജൂതന്മാർ കുറേ എണ്ണം ഈ ഇവിടെയുണ്ട്. ഒരു മതമാകുമ്പോൾ എല്ലാ സംഗതികളും ഉണ്ടാവുമല്ലോ. ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ഈ അടുത്തിടെയും ഓരോരുത്തരൊക്കെ പറയുന്നത്. എന്തുകൊണ്ട് ഞാൻ അതിനെയാണ് അനുഭവിക്കുന്നത് 2 സ്റ്റേറ്റ്. അവർ വിചാരിക്കുന്നറിയോ 2 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 2 പേർക്ക് ഓരോ സ്റ്റേറ്റ്, അപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, ഞാനൊരു നല്ല മനുഷ്യനാണല്ലോ എന്ന് മറ്റുള്ളവർ പറയുമല്ലോ എന്നൊക്കെ കരുതിയാണ് ഈ ആളുകൾ പറയുന്നത് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഇസ്രായേലിനെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഒരറ്റത്ത് വെസ്റ്റ് ബാങ്ക് കിടക്കുന്നു, വേറെ അറ്റത്ത് ഗാസ കിടക്കുന്നു. അത് തന്നെ 2 സ്റ്റേറ്റാണ്. ഇതിൻ്റെ നടുക്ക് ഇസ്രായേൽ കിടക്കുന്നു. ഇതെങ്ങനെയാണ് 2 സ്റ്റേറ്റ് ആക്കുക? ഇത് ജിയോഗ്രഫിക്കലി പോസിബിൾ അല്ല, ടെക്നിക്കലി പോസിബിൾ അല്ല, പൊളിറ്റിക്കലി അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാസയിൽ ഹമാസാണ്. ഹമാസ് 2006 അവിടെ അധികാരത്തിൽ വന്നതാണ്. ആരെ നിഷ്കാസനം ചെയ്തുകൊണ്ട്? ഈ ഫത്തക്കാരെ എല്ലാം എടുത്ത് കെട്ടിടത്തിൻ്റെ വെളിയിൽ നിന്ന് മണ്ടയ്ക്ക് താഴോട്ട് എറിയുകയായിരുന്നത്. 400 പേര് ഹമാസ് ഫത്ത പോരാട്ടത്തിൽ മരണമടഞ്ഞു. ഫത്തയ്ക്ക് തിരിച്ചങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. അപ്പം ഇത് എങ്ങനെയാണ് ഇതിനകത്ത് 2 സ്റ്റേറ്റ് വരിക? ചുമ്മാ അങ്ങ് പറയുകയാണ് ഇതാണ് നല്ലത്. ഹിലാരി ക്ലിൻ്റൺ ഒക്കെ പറഞ്ഞു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. അമേരിക്ക ഇനി പറയുമെന്ന് തോന്നുന്നില്ല. അമേരിക്കയുടെ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ട്രംപ് വന്നപ്പോഴത്തേക്ക് നിന്നു. പിന്നെ അപ്പാർത്തീഡ് എന്ന് പറയുന്ന ഒരു സംഗതി ഇസ്രായേലിനെതിരെ ആരോപിക്കുകയാണ്. വർണ്ണവിവേചനം എന്താണെന്ന് നമുക്കറിയാം. റേഷ്യൽ പ്യൂരിറ്റി അവകാശപ്പെടുക, കറുത്തവർ വെളുത്തവർ, അവർ ഓരോ കാര്യങ്ങളിൽ അവർക്ക് കുറഞ്ഞ അവകാശം, ഇതൊക്കെയാണ്. ഇസ്രായേലിനുള്ളിൽ എല്ലാ പൗരാവകാശങ്ങളോടും കൂടി ഏതാണ്ട് 20% വരുന്ന അറബ് ജനതയുണ്ട്. അവർ സൈന്യത്തിലുണ്ട്, അവർ കോടതി ജഡ്ജിമാരുണ്ട്, പാർലമെന്റ് അംഗങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അതിന് പുറത്തുള്ള ആളുകൾ പലരും ഇവർ ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോള് കെട്ടുക എന്നുള്ളതാണ്. വോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വോള്. ആ വോള് കെട്ടുക എന്ന് പറയുന്നത് അവരെ സുരക്ഷയ്ക്ക് കെട്ടുന്നതാണ്. ഈ വോള് കെട്ടിയിട്ട് വോള് തകർത്താണ് ഒക്ടോബർ 7 ഇത് ചെയ്തത്. ആ വോള് മേളിൽ മാത്രമല്ല കെട്ടിയിരിക്കുന്നത്, താഴോട്ടും കെട്ടിയിട്ടുണ്ട്. വലിയ വലിയ കിടങ്ങ് പോലെ എടുത്തിട്ട് താഴോട്ട് മണ്ണിനടിയിലും വോള്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് തുറന്നു വന്നിട്ട് ഇവിടെ പൊങ്ങി വരും. പിന്നെ അവർ ചെക്ക് പോയിന്റുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലെമ്പാടും. കാരണം ചെക്ക് പോയിന്റ് ഒരു സ്ഥലത്തേക്ക് കയറി വരുന്നു. നമുക്കിവിടെ കയറിയപ്പം എല്ലാവരും ഇവിടെ ഇരിക്കുന്നു, ഒരാൾ കയറി വരുന്നു, നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. കാരണം എന്താണ്? നമുക്കൊരു മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ട്. ഒരു വണ്ടിയായിട്ട് ഒരുത്തം വരുന്നു, നിൽക്കാൻ പറയുന്നു, അവൻ നിൽക്കും അല്ലെ പോവും. വണ്ടിക്കാരനെ നമുക്ക് സംശയമില്ല. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. അതിനാണ് മ്യൂച്വൽ ട്രസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ മ്യൂച്വൽ ട്രസ്റ്റ് ഇല്ല അവിടെ. ഈ വരുന്നവൻ വണ്ടിക്കകത്ത് എന്തോ ഉണ്ട്, അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. പരിഭ്രാന്തിയിലും സുരക്ഷയില്ലായ്മയിലുമാണ് ജനത ജീവിക്കുന്നത്. അപ്പോൾ അവർ ചെക്ക് പോയിന്റുകൾ വെക്കും. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒക്ടോബർ 7 മാത്രം മതി എന്തുകൊണ്ടാണ് അവിടെ ചെക്ക് പോയിന്റുകളും ഭിത്തികളും ഒക്കെ വരുന്നതെന്ന് മനസ്സിലാവും. അതാണ് യാഥാർത്ഥ്യം. ആക്ച്വലി ഈ 2 ജനതകളും ഇവർ എന്തൊക്കെ 2 കഥകളിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിന് ഉപരിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് അവർക്ക് എല്ലാ രീതിയിലും മിക്കവാറും കാര്യങ്ങൾ പങ്കിട്ട് പോകാവുന്ന 2 ജനങ്ങളാണ്. അവർക്കൊരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് സാധ്യമാണ് ഈ പറയുന്ന സാധനം കളയാമെങ്കിൽ. ഈ സാധനം വെച്ചോണ്ട് പറ്റില്ല. ഈ സാധനം കളയാമെങ്കിൽ, ഇതിവിടുന്ന് അങ്ങ് ഇറക്കാമെങ്കിൽ അടിപൊളിയാണ്. സ്നേഹിക്കാതിരിക്കാൻ കാരണം ഒന്നും തന്നെയില്ല, സഹകരിക്കാതിരിക്കാൻ കാരണം ഒന്നും തന്നെയില്ല. പക്ഷെ ഇതിങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം ഇതാണ് ഞാൻ പറയുന്നത് മതപരമാണെന്ന്. ആളുകൾ പറയുന്നത് ഇതെന്തോ വേറെ വലിയ പ്രശ്നമാണ്. ഒരാൾ പറയുന്നിട്ട് ട്രംപ് പറയുന്നു ഇതൊരു റിയൽ എസ്റ്റേറ്റ് പ്രശ്നമാണ്. അപ്പം ട്രംപ് റിയൽ എസ്റ്റേറ്റ് പ്രശ്നമാണെന്ന് ട്രംപ് പറഞ്ഞില്ലെങ്കിലും ട്രംപിനൊക്കെ വരുന്നതിന് മുന്നേ യുദ്ധം എപ്പോഴും റിയൽ എസ്റ്റേറ്റ് പ്രശ്നം തന്നെയാണ്. എന്തിനാ യുദ്ധം ചെയ്യുന്നത്? കൗരവന്മാരും പാണ്ഡവന്മാരും യുദ്ധം ചെയ്ത് എന്തിനാണ്? ദ ബ്ലഡി 30 acres ഓഫ് ലാൻഡ് അല്ലേ?
ഭൂമിക്ക് വേണ്ടിയാണ് യുദ്ധം. ഇപ്പൊ എന്തിനാണ് ഈ പുട്ടിൻ എന്തിനാണ് യുക്രൈനിൽ കിടന്ന് ചൊരലുന്നത്? ഇതൊരു പുണ്യം കിട്ടാനാണോ? തേര് വലിക്കാനാണോ? പുട്ടിൻ യുക്രൈനിൽ പോയത് ഭൂമിക്ക് വേണ്ടിയാണ്. എന്തിനാണ് ക്രൈമിയ കീഴടക്കിയത്? സപ്പറേഷ്യയും കേഴ്സണും ലുഹാൻസ്കും ഡൊനിയസ്കും കീഴടക്കുന്നത് എന്തിനാണ്? സ്ഥലം. ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ്. എവറി വാർ ഈസ് എ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇൻ ദ റിയൽ സെൻസ്. ബാക്കിയൊക്കെ ഉണ്ടാവും. അതിന്റെ മോട്ടിവേഷൻ ചിലപ്പോൾ മതമായിരിക്കും, ചിലപ്പം വേറെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ യുദ്ധം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണെന്ന് മാത്രം പറയരുത്, അല്ലെന്ന് മാത്രം പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇസ്രായേലിലുള്ള അപ്പാർത്തിയുടെയൊക്കെ ഇത് തന്നെയാണ്. അതങ്ങ് കമാൻഡർ പറഞ്ഞ് പറപ്പിച്ച് ഇസ്രായേൽ അങ്ങ് ഭയങ്കര അപ്പാർത്തിയിടാക്കി. അതായത് സൗത്ത് ആഫ്രിക്ക പോലൊന്നും അല്ല, അല്ലാതെ തന്നെ വേറെ പൗരന്മാരോട് അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ചെക്ക് പോയിന്റുകൾ വീർപ്പുമുട്ടുന്നു. ഓക്കെ, ഇതെല്ലാം അവിടെ ഉള്ള കാര്യമാണ്. അതൊന്നും നിഷേധിച്ചിട്ട് കാര്യമില്ല, അതൊക്കെ അവിടെ ഉള്ള കാര്യമാണ്. കാരണം അങ്ങനെ ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ആളെ അങ്ങോട്ട് കയറ്റി വിടാനും ഒക്കെ പറ്റുള്ളൂ. പക്ഷേ ഈ പറയുന്ന രാജ്യങ്ങൾ, അവിടെയുള്ള അറബ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഇതിനേക്കാൾ വലിയൊരു അപ്പാർത്തിയുടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതാണ് ജെൻഡർ അപ്പാർത്തിയുടെ എന്ന് പറയുന്നത്. അവിടെ സിറ്റിസൺഷിപ്പ് നിങ്ങൾക്ക് കിട്ടുമോ? പൗരത്വം കിട്ടുമോ? പൗരാവകാശം കിട്ടുമോ? നിങ്ങൾക്ക് അവിടെ വിവാഹം കഴിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് അവിടെ മതസ്വാതന്ത്ര്യം ഉണ്ടോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അതെല്ലാം തന്നെ അപ്പാർത്തിയുടെ ലക്ഷണമാണ്. ഇപ്പം മക്കയിൽ എന്ന് കഴിഞ്ഞാൽ ഏതാനും കിലോമീറ്ററുകൾ ചുറ്റളവിൽ നോൺ മുസ്ലിംസിന് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പാർത്തിയുടെ അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പാർത്തിയുടെ തന്നെയാണ്. ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. മതസ്വാതന്ത്ര്യം പറയുന്നില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇസ്ലാമിൽ നിന്ന് കൺവേർഷൻ അനുവദിക്കുന്നു ചോദിച്ചാൽ ഇല്ല. ഇതൊന്നുമല്ല അവിടുത്തെ ഏറ്റവും വലിയ അപ്പാർത്തിയുടായിട്ട് ഇന്ന് ലോകം സംസാരിക്കേണ്ടത് ജെൻഡർ അപ്പാർത്തിയുടാണ്. ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല, ഒരു പുരുഷനുണ്ടെങ്കിൽ മാത്രമേ നടക്കാൻ പറ്റില്ല. ആനയും പാപ്പനും നടക്കുന്നോ അങ്ങനെ പറ്റുള്ളൂ. 8 വയസ്സുള്ള കുട്ടി, പണ്ട് സൗദിയിലൊക്കെ കാണാം, 8 വയസ്സ് 9 വയസ്സുള്ള ആൺകുട്ടിയെങ്കിലും വേണം 30-35 പുറത്തിറങ്ങണമെങ്കിൽ. താലിബാന്റെ കാര്യം അറിയില്ലേ? എംപ്ലോയ്മെന്റ്, ട്രാവൽ, മറ്റ് സോഷ്യലായിട്ടുള്ള ഇടപെടലുകൾ, ഇതൊന്നും അവർക്ക് അവകാശമില്ല. ഒരു ചാക്കങ്ങ് എടുത്തു കൊടുക്കും. ഇറാനിൽ എന്താണ്? ഇപ്പൊ ബുർക്കയുടെ പേരിലാണ് ആയിരക്കണക്കിന് ആളുകൾ ജയിലിൽ കിടക്കുന്നത്. 450 പേര് മരിച്ചു. നൊബൽ സമ്മാനം കിട്ടിയ സ്ത്രീ വരെ ജയിലിലായിരുന്നു. ഒരു സ്ത്രീ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു രണ്ടാം ജെൻഡർ എന്ന് നമ്മൾ പറയുന്ന സ്ത്രീ, പുരുഷന്റെ ലോകമാണല്ലോ. സമസ്ത മേഖലകളിലും അവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുക. അവർ ഈവൻ അതിന്റെ അനുരണനങ്ങൾ നമുക്ക് ഇവിടെയും കാണാൻ കഴിയും. ഈ വേദിയിൽ സ്ത്രീ വന്ന് നിന്ന് അവാർഡ് വാങ്ങിക്കുന്നതിനെതിരെ സംസാരിക്കുന്ന ആളുകൾ. ഇന്ന് മനുഷ്യൻ റേസിനേക്കാൾ വലുതാണ് ജെൻഡർ. റേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് റേസുകളുണ്ട്. 100 കണക്കിന്, ഒരുപക്ഷെ 1000 കണക്കിന് റേസുകളുണ്ട്. ജെൻഡർ അത്ര ഇല്ലല്ലോ. നിങ്ങൾ എത്ര എണ്ണിയാലും അത്ര ഇല്ലല്ലോ. ഈ ജെൻഡർ അപ്പാർത്തിയുടെ നേതൃത്വം നൽകുന്ന, അത് സമഗ്രമായി ആഘോഷിക്കുന്നത്, നിങ്ങൾക്കറിയാം ഈ അന്താരാഷ്ട്ര ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്, മനുഷ്യാവകാശങ്ങൾ. അത് പാലിക്കാൻ കഴിയാത്തതുകൊണ്ട് കെയ്റോ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ വേറെ ഡിക്ലറേഷൻ ഉണ്ട്. ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള, അതിനകത്ത് ഈ പല ആരെയും വിവാഹം കഴിക്കാനുള്ള അതൊന്നുമില്ല, അതിനകത്തില്ല. അങ്ങനെയൊന്നുമില്ല. എല്ലാം വിവാഹം ആയിക്കോട്ടെ, ഇടപഴകലായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആയിക്കോട്ടെ. ഇത് ഞാൻ പറയുന്നത് ഇത് ഏറ്റവും വലിയ പ്രശ്നം. ഇത്രയും വലിയ അപ്പാർത്തിയുടെ അതിന്റെ മേളിൽ ഇരുന്ന് നിരങ്ങുന്ന ടീമുകളാണ് ഇസ്രയേൽ അപ്പാർത്തിയുടെ നടത്തുന്നത്. എന്താ അപ്പാർത്തിയുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സെക്യൂരിറ്റി വലയങ്ങൾ തീർക്കുന്നു, ചെക്ക് പോസ്റ്റുകൾ ഉണ്ടാക്കുന്നു. അതിൻ്റെ എല്ലാം കാരണം ഇതാണ്. പക്ഷേ ഇതേപോലെ രൂക്ഷമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ട്രംപിന്റെ പ്രസ്താവനയിലേക്ക് വരാം. ട്രംപിന്റെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ അബ്സേർഡ് ആൻഡ് ലുഡിക്രസ് പൊട്ടൻ ഭ്രാന്തൻ പ്രസ്താവനയാണ്. എല്ലാവരും 99% ആളുകളും പറയുന്നത് എന്തിനാണിത്, ഇതങ്ങോട്ട് നടക്കുമോ? ഇത് നടക്കില്ല, എല്ലാവർക്കും അറിയാം ഇത് നടക്കില്ലെന്ന്. അപ്പോൾ ഇത് പറഞ്ഞ ട്രംപ് പൊട്ടനാണോ? ട്രംപിന് ഒരുപാട് മോശം ക്വാളിറ്റീസ് ഉണ്ട്. നുണയനാണ്. ട്രംപ് പറഞ്ഞ ഒരു വിക്കിപീഡിയ പേജ് തന്നെ ഉണ്ട്. ആദ്യത്തെ പ്രാവശ്യം ട്രംപ് വന്നപ്പോൾ പറഞ്ഞ 30,000 നുണകൾ. ട്രംപിന് നുണ പറയുന്നതിലൊന്നും പ്രത്യേകതയൊന്നുമില്ല. എനിവേ, അമേരിക്കൻ സെലക്റ്റീവ്. ട്രംപിന്റെ വ്യക്തി ഗുണങ്ങളെക്കുറിച്ചോ പുള്ളിയുടെ പോളിസിയെക്കുറിച്ചോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 90% കഠിനമായിട്ടുള്ള എതിർപ്പുള്ള ആളാണ് ഞാൻ. അത് LGBTQ ആയിക്കോട്ടെ, ജെൻഡർ ആയിക്കോട്ടെ. ഈവൻ യുക്രൈനോട് ബൈഡൻ കാണിച്ചത് ഇപ്പോൾ കാണിക്കാൻ പോവാ. ഇനി ട്രംപിന്റെ കയ്യിലൂടെ പോകാൻ പോവാണ് യുക്രൈൻ.
ഞാനത് ഏറ്റവും അസുഖകരമായി കണ്ട ഒരു വ്യക്തിയാണ്. പിന്നെ ഇപ്പം ഇന്ത്യയോട് കാണിക്കാൻ പോകുന്നത് ഏറ്റവും അവസാനം നടന്ന കൈവിലങ്ങ് കാൽച്ചങ്ങല കേസ് വരെ അവരുടെ പ്രസിഡന്റാണ്. നമ്മളതിനെക്കുറിച്ച് കെയർ ചെയ്യേണ്ട കാര്യമില്ല. അവർക്കത് മതിയെങ്കിൽ അത് മതി, പോട്ടെ. പക്ഷേ ഈ പറഞ്ഞു വരുമ്പോൾ ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം, ഈ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് കേരളത്തിൽ ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഇല്ല. ഞാൻ 2015 പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ജനതയില്ല, അങ്ങനെ ഒരു ഭാഷയില്ല, അങ്ങനെ ഒരു സംസ്കാരവും ഇല്ല, അങ്ങനെ ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ഇല്ല, അങ്ങനെ ഒരു പതാകയിലും ഒന്നുമില്ല. എന്താണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രദേശത്തിന് റോമ പാലസ്തീന എന്ന് ഗ്രീക്കുകാരും ലാറ്റിൻകാരും വിളിക്കുമായിരുന്നു. 1917 അത് ഓട്ടോമൻ എംപയറിന്റെ കീഴിലായിരുന്നു തുർക്കി. അവരെ തോൽപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരുടെ ആ ഭാഗം ഷെയർ ചെയ്തു. അപ്പോൾ ബ്രിട്ടീഷ് മാൻഡേറ്റിൽപ്പെട്ടതാണ് ഇന്നത്തെ ജോർഡനും ഇന്നത്തെ ഇസ്രയേലും എല്ലാം കൂടെ വരുന്നത്. സിറിയയും ലെബനും ഒക്കെ ഫ്രഞ്ച് മാൻഡേറ്റിൽപ്പെട്ടതായിരുന്നു. മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ നോക്കി നടത്തുന്നു, അത്രേ ഉള്ളൂ. അന്ന് അവരുണ്ടാക്കിയൊരു പതാകയാണ് ഈ കാണുന്നത്. 1917 മുതൽ 1920 വരെയുള്ള അറബ് റിവോൾട്ടാണ് ഈ പതാക, തുടക്കത്തിൽ നിങ്ങൾ കാണുന്ന പതാക. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് പാലസ്റ്റീനിൽ നിന്ന് ഒരു 80% എടുത്തുകൊണ്ട് ജോർഡൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കി. അതുകൊണ്ടാണ് അവരുടെ ഹുസൈൻ രാജാവ് എപ്പോഴും പറയാറുണ്ട്, ജോർഡൻ ഈസ് പാലസ്റ്റീൻ, പാലസ്റ്റീൻ ഈസ് ജോർഡൻ. പുള്ളി പറഞ്ഞിട്ടുള്ളതാണ്. അത് ഞാൻ കഴിഞ്ഞ പരിപാടിയിൽ ഇത് ഞാൻ പിന്നെ അതുകൊണ്ട് ഞാൻ കാണിക്കാത്ത സ്ലൈഡ് കാണിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജോർഡനാണ് പാലസ്റ്റീൻ. പാലസ്റ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അറബുക്സ് എന്നാണ് വിളിക്കുന്നത്, അവർ പാലസ്റ്റീൻ എന്നല്ല വിളിച്ചുകൊണ്ടിരുന്നത്. പാലസ്റ്റീൻ അവിടെ എല്ലാ ഏരിയ എല്ലാം പാലസ്റ്റീൻ, അങ്ങനെ ഒരു രാജ്യം, അങ്ങനെ ഒരു സംഗതി ഇല്ല. ഇസ്രായേലികളും പാലസ്റ്റീനുകളും എന്നാണ് വിളിച്ചുകൊണ്ട്. ഈ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. നിങ്ങൾ ഓരോ പതാക നോക്കും. 1917-20 അറബ് റിവോൾട്ടിന്റെ പതാകയാണിത്. 1920-26 കിങ്ഡം ഓഫ് ഹെജാസ് സിറിയയുടെ പതാക നോക്കൂ, താഴെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അറിയാൻ കഴിയും. ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ഇന്ന് ജോർഡന്റെയും ഈ പാലസ്റ്റീനിയൻ എന്ന് വീശുന്ന പതാകയായിട്ട് ഒരു നക്ഷത്രത്തിന്റെ വ്യത്യാസമുള്ള ജോർഡന്റെ പതാക തന്നെയാണത്. കാരണം ഇത് 67 ഇങ്ങനെ ഒരു സംഗതി യഥാർത്ഥത്തിൽ ഉന്നയിക്കപ്പെടുന്നത്. പാലസ്റ്റീൻ എന്ന് പറയുന്ന ഒരു രാജ്യം അല്ലെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ഒഴിയണം, അതാണ്, അവിടെ വേറെ ആരും പാടില്ല. അതെങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1967 6 ദിവസ യുദ്ധം. ആ യുദ്ധത്തിലാണ് മുഴുവൻ രാജ്യങ്ങളോടുകൂടി ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ഇപ്പോൾ ആക്രമിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ രൂക്ഷമായിട്ട്. പക്ഷെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് തോറ്റുപോയി, യുദ്ധത്തിൽ തോറ്റുപോയി. നിങ്ങൾ യുദ്ധത്തിൽ ആക്രമിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അതിന് കോൺസിക്വൻസസ് ഉണ്ട്. തോറ്റു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കൊടുക്കണം. ഒന്നാം ലോക യുദ്ധ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ജർമ്മനിക്ക് ഇത്ര അപമാനം നേരിടേണ്ടി വന്ന്? ട്രീറ്റി ഓഫ് വേഴ്സായി, നഷ്ടപരിഹാരം കൊടുക്കണം. യുദ്ധം ചില്ലറ ചെലവുള്ള കാര്യമാണ്. പൈസ ഇറക്കണം, ജീവൻ, രക്തം ഒരുപാട് വേണ്ടി വരും. അപ്പം അങ്ങനെ ആണ് 67 ഈ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് പരാജയപ്പെടുത്തിയാണ് ഇസ്രയേൽ ഈജിപ്തിൽ നിന്ന് ഈ ഗാസ പിടിച്ചെടുക്കുന്നത്. ഈ ഗാസ എന്ന് പറഞ്ഞാൽ ഈജിപ്തിന്റെ ഇരുന്നാണ്, ഈജിപ്തിന്റെ കോളനി ആയിരുന്നു. അന്ന് പ്രശ്നം ഉണ്ടായിരുന്നില്ല, കാരണം പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ജോർഡന്റെ കയ്യിലായിരുന്നു, ജോർഡന്റെ കോളനി ആയിരുന്നു, അന്നും പ്രശ്നമില്ലല്ലോ. ഈ ഗോലാൻ ഹൈറ്റ്സ് സിറിയയുടെ കയ്യിലായിരുന്നു, അന്നും പ്രശ്നമില്ല. ഇതെല്ലാം ഇസ്രായേൽ ആ യുദ്ധത്തിൽ പിടിച്ചെടുത്തു. പിന്നെ ഈ സിനായ് മരുഭൂമി അതും കൂടെ പിടിച്ചെടുത്തിരുന്നു, അത് പിന്നെ തിരിച്ചു കൊടുത്തു. ഇത്രയും വലിയ ഈജിപ്റ്റ് പോലെയുള്ള ഒരു വലിയ രാജ്യത്തിന് അതിൻ്റെ നല്ലൊരു മേജർ പോർഷൻ എന്ന് പറയാവുന്ന ആ മരുഭൂമി ഭാഗം കൈവശം നഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ഭയങ്കര അപമാനമാണ്. അതുകൊണ്ട് അമേരിക്ക ഇടപെട്ടത് തിരിച്ചു കൊടുത്തു. ഇവിടെ എല്ലാം നോക്കുക, എന്തുകൊണ്ടാണ് ഈ അറബ്സ് അമേരിക്കക്കാരൊക്കെ ഇത്ര വലിയ അനുഭാവം അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഒക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നത്? അത് അമേരിക്കയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അമേരിക്ക സാത്താനാണെന്നാണ് ഇസ്രയേലിലും ഈ ഹൂത്തീസിന്റെ പതാകയുണ്ട്, അതിനകത്ത് എഴുതിയിരിക്കുന്നത് തന്നെ ഈ അമേരിക്കൻസിന് നാശം, ജൂതന്മാർക്ക്. ഒരു പതാകയിലങ്ങ് എഴുതി വെച്ചിരിക്കുക പച്ചക്ക് 5 എണ്ണം. അവരെന്തുകൊണ്ടാണ് അമേരിക്കയോട് ഇത്രയും ഇത് കാണിക്കുന്നത് വെച്ചാൽ, ഒന്ന് ശക്തൻ കരുണ ചെയ്യണം, ഇതാണ് ഇവർ പറയുന്നത്. എന്നാൽ അതായത് ഇസ്രയേൽ കരുണ ചെയ്യണം, ഇസ്രയേൽ വിട്ടുകൊടുക്കണം, ഇസ്രയേൽ കോംപ്രമൈസ് ചെയ്യണം. ഇതാണ് യഥാർത്ഥത്തിൽ പാലസ്തീൻ മൂവ്മെന്റിന്റെ അടിസ്ഥാനം. അതിനെന്താണ് ഇസ്രയേലുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അവരുമായിട്ട് സമാധാനപരമായും സഹകരണപരമായിട്ട് സംസാരിച്ച് ഓരോരോ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാണ് വേണ്ടത്. ഇവർ വിചാരിക്കുന്നത് എന്താണ്? ഇത് കുറേ ലോകമെമ്പാടും ഈ പ്രകടനങ്ങളുമൊക്കെ നടത്തി, ചാനലുകളൊക്കെ ഇങ്ങനെ ചർച്ചകളൊക്കെ നടത്തി, മതവീര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെ വിരട്ടി ഇതെല്ലാം നേടിയെടുക്കാവുന്നതാണ്.
അതങ്ങനെ നടക്കില്ല. അങ്ങനെ നടന്ന ചരിത്രമില്ല. വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട്. എപ്പോഴും എന്തായാലും പറയുന്നത്, ഇസ്രായേൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് അമേരിക്ക പ്രേരിപ്പിക്കണം. അതാണ് അമേരിക്കയായിട്ട് അവർ ഈ ബന്ധം വെച്ചിരിക്കുന്നത്. ഈ ബന്ധം ശരിക്കും ഒറിജിനൽ അല്ല. എന്തുകൊണ്ടാണ് ഈ ഹുസൈനി പോയി ഹിറ്റ്ലറുമായിട്ട് ബന്ധം വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഈ ജൂതന്മാർക്കൊരു പണി കൊടുക്കാതെ അവരെ എന്തെങ്കിലും ശരിയാക്കി എടുക്കുക. അപ്പോൾ ഈ പതാകകളെല്ലാം ഒന്ന് തന്നെയാണ്. ഈ പുതിയ രാജ്യം എന്നൊക്കെ ഉള്ളൊരു വാദം, അല്ലെങ്കിൽ ഇങ്ങനൊരു രാജ്യം, പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഫേക്ക് ആയിട്ട് 67 കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ പക്ഷേ ഈ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നവരും പ്രകടനം വിളിക്കുന്നവർക്കൊന്നും അറിയില്ല. അവർ വിചാരിക്കുന്ന ഒരു പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായിരുന്നു, ഇസ്രായേൽ ഇവർ ഒക്കുപ്പൈ ചെയ്തു, ഇനി അതൊന്നും മാറ്റണം. ചരിത്രത്തിലൊന്നും അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അങ്ങനെയല്ല ഇവിടെയുള്ള നെറേറ്റീവ്. ഇതാണ് ഈ പിന്നെ ജോർഡാൻ്റെ പതാകയും പാലസ്തീൻ്റെ പതാകയും തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു ചുട്ടി നമ്മുടെ നസീറിൻ്റെ പഴയ ഇതുപോലെ അത്രേ ഉള്ളൂ. കാരണം അത്യാവശ്യം ഉണ്ടാക്കിയാന്ന് 67 ഉണ്ടാക്കിയ സംഗതിയാണ്. പിന്നെ ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഇതിലേക്ക് വന്നു. നമുക്കറിയാം ട്രംപിൻ്റെ ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് ട്രംപിനും അറിയാം. കാര്യം ട്രംപ് പറഞ്ഞത് തുടങ്ങിയിടത്തോട്ടല്ല ആ രീതിയിലൊന്നാണ് ഇപ്പോൾ പറയുന്നത്. അന്ന് പറഞ്ഞത് എന്താണ്, നിങ്ങൾ ഒഴിഞ്ഞു പോവുക, ഇവിടെ മുഴുവൻ നശിച്ചു കിടക്കുകയാണ്, ഇവിടെ അടിയിൽ ബോംബുണ്ട്, അടിയിൽ തുരങ്കമുണ്ട്, 30,000 പൊട്ടാത്ത ബോംബുകളുണ്ട്, നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാൻ തന്നെ 5 വർഷം വേണ്ടി വരും, പിന്നെ പണിയണം, നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോവുക. നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്? താഴെ അങ്ങോട്ട് ഈജിപ്തിലേക്ക് പോവുക, അങ്ങോട്ട് പിന്നെ ജോർഡനിലേക്ക് പോവുക. അതെന്തിനാണ് ട്രംപ് അങ്ങനെ പറഞ്ഞത്? ഈ പാലസ്തീനികൾ എന്ന് പറയുന്ന ജോർഡൻകാരും ഈജിപ്തുകാരുമാണ്, ലെബനൻകാരും സിറിയക്കാരുമാണ്. അല്ല പാലസ്തീനിയൻ എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ പ്രത്യേക ആളുകൾ രാജ്യം അങ്ങനെ ഇല്ലല്ലോ. ഈ ഗാസയിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മിക്കവാറും നല്ലൊരു പങ്ക് ആളുകൾ, അവരുടെ പേരുകൾ ശ്രദ്ധിച്ചെന്നാൽ അറിയാം, അവർ ഈജിപ്ഷ്യൻസാണ്. ഈ യാസർ അരാഫത്ത് പോലും. അപ്പോൾ ഇവരൊക്കെ പോകാൻ പറയുന്നു. ഇത് ചരിത്രത്തിൽ പല സമയങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അർമേനിയക്കാരെ നിങ്ങൾക്കറിയാം, മരുഭൂമികളിലൂടെ അർമേനിയൻ ജനോസൈഡ് എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പോപ്പുലേഷനാണ്. അതൊരു വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ആൻഡ് എ ക്രൈം അഗേൻസ്റ്റ് ഹ്യൂമാനിറ്റി ആയിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. പക്ഷെ നമ്മുടെ ചരിത്രത്തിൽ എമ്പാടും ഇതേ കണക്ക് ഈവൻ ഇന്ത്യയുടെ ചരിത്രം തന്നെ നോക്കുക, വിഭജനം, ഇവിടുന്ന് കുറേ പേര് അങ്ങോട്ട് പോകുന്നു, അവിടുന്ന് കുറേ പേര് ഇങ്ങോട്ട് വരുന്നു. അതൊക്കെ ഓരോരുത്തരും ഒപ്പുവെക്കുന്നത് കൊണ്ടാണ്. അഫ്ഗാനിസ്ഥാന്റെയും പാകിസ്ഥാന്റെയും അതിർത്തി തമ്മിൽ ഇങ്ങനെ അതെല്ലാം ഒപ്പുവെക്കണം. ആളുകൾ ഇരുന്ന് ഇതേപോലെയുള്ള മുറികളിരുന്ന് ഒപ്പുവെക്കുമ്പോൾ അവിടെ ജനങ്ങൾ സഫർ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് സോവിയറ്റ് യൂണിയനിൽ ഇതേ കണക്ക് നടന്നിട്ടുണ്ട്. ടാറ്റാസ് എന്ന് പറയുന്ന ദേവർ മുസ്ലിംസ്, ദേവർ ടർക്സ്. അവർ ആക്സിസ് പവേഴ്സിനോട് കൂടി സഹകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ബെറിയ, സെക്യൂരിറ്റി ഓഫീസറായിട്ടുള്ള സ്റ്റാലിൻ്റെ സെക്യൂരിറ്റി ഓഫീസറായിട്ടുള്ള ബെറിയ, ഈ ടാറ്റാസിനെ മുഴുവൻ ഏതാണ്ട് 2 ലക്ഷം മുതൽ 4 ലക്ഷം വരെ ആളുകളെ അവിടുന്ന് വെറും പാട്ട തീവണ്ടിയിൽ വേറെ ഉസ്ബെക്കിസ്ഥാൻ, മറ്റേ സൈബീരിയ ഉൾപ്പെടെ സ്ഥലത്തേക്ക് മാറ്റിക്കളഞ്ഞു. ഒരു രാജ്യത്ത് തങ്ങളോട് യോജിക്കുന്നില്ല, യുദ്ധത്തിനോട് കൂടെ നിൽക്കുന്നില്ല എന്ന് കരുതി, അത് കമ്മ്യൂണിസമാണ് അല്ലെങ്കിൽ നാസിസമാണ്, അത് എന്തും നടക്കും, ആരും ചോദിക്കാനില്ല, അങ്ങനെ അടിച്ചിട്ടുണ്ട്. പക്ഷെ അതും ഇതുമായിട്ടൊരു വ്യത്യാസമുണ്ട്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പോകാം, നിങ്ങൾ പോകണം, ഇവർ സ്വീകരിക്കണം. ഇതിനകത്ത് ഒരു ബലപ്രയോഗത്തിന് ട്രംപ് തയ്യാറാവില്ല. കാരണം അങ്ങനെ ബലപ്രയോഗം നടത്താൻ പറ്റില്ല. ഈ പോപ്പുലേഷനെ ഈജിപ്തിലേക്കോ അല്ലെങ്കിൽ ജോർഡനിലേക്കോ പോകാനായിട്ട് ഒരു ബലപ്രയോഗം നടത്താൻ പറ്റില്ല. ഇവർ പോകാൻ ഹമാസ് സമ്മതിക്കില്ല. നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ സുരക്ഷിതരാകൂ. ഹമാസ് പറയുന്നത് എന്താണ്? നിങ്ങളിവിടെ ഉള്ളിടത്തോളം കാലമേ ഞങ്ങൾക്ക് സുരക്ഷിതത്വമുള്ളൂ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആരുടെ പിറകിൽ ഒളിക്കും, ആരെ ചൂഷണം ചെയ്യും? അപ്പൊ ചോദിക്കേണ്ട കാര്യം, ഇവിടെയുള്ള ജനങ്ങൾ പോകാൻ തയ്യാറാണോ എന്നുള്ളതാണ്. ഇതാണ് ഈ ട്രംപ് പറഞ്ഞു എന്ന് പറയുന്ന ഈ പൊട്ടത്തരത്തിന്റെ ഇനി വരാൻ പോകുന്നുള്ള ആഫ്റ്റർ മാത്ത്. ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് 2023 ഡിസംബർ 1 ഒരു അൽ ജസീറയിലെ ഒരു വാർത്തയാണ് മേളിൽ കാണുന്നത്. രണ്ടാമത് നിങ്ങൾ കാണുന്നത് 2024 മെയ്യിലെ ഒരു വാർത്തയാണ്, NDTV വന്ന്. ഈ വാർത്തയിൽ രണ്ടും പറയുന്നത് ഒരേ ചോദ്യമാണ് ചോദിക്കുന്നത്. ആദ്യത്തെ വാർത്തയാണ്, വെയർ ടു ഗോ, ദ പാലസ്റ്റീനിയൻസ് സേ നോ വേ സേഫ് ആസ് ഇസ്രായേൽ റെസ്യൂം ഗാസ ബോംബിംഗ്. എങ്ങോട്ട് പോകും? രണ്ടാമത്തരും വേർ ക്യാൻ വി ഗോ, 2024 മെയ്യിലും 6 മാസം കഴിഞ്ഞിട്ടും ഇതേ വാചകം. ഗാസൻസ് ഇൻ റാഫ ആസ് ഇസ്രായേൽ ഡിമാൻഡ്സ് ഇവാക്യുവേഷൻ. എങ്ങോട്ട് പോകും?
ഈ ഒരു ചോദ്യ യുദ്ധത്തിൻ്റെ ഇടയിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഈജിപ്റ്റ് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, ഞങ്ങൾ സ്വീകരിക്കില്ല. അപ്പം എങ്ങോട്ട് പോകുമെന്നുള്ള ചോദ്യത്തിന് ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ ഇസ്രയേലിന്റെ ആർക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്? ഈജിപ്തില് അൽ സിസി എന്ന് പറയുന്ന ഒരു പട്ടാള മേധാവി, ജോർഡനില് അബ്ദുള്ള രാജാവ്. ഇവർ രണ്ടുപേരും ക്ലിയർ കട്ടായിട്ട് നോ എന്ന് പറഞ്ഞിട്ടില്ല. ഇവർക്ക് രണ്ടുപേരുടെയും മേളിൽ അമേരിക്കയ്ക്ക് ഒരു ലെവറേജ് ഉണ്ട്. ഈ ഈജിപ്തിനൊക്കെ ആണെങ്കിൽ ബില്യൺസ് ഓഫ് ഗ്രാൻഡാണ് അമേരിക്ക കൊടുക്കുന്നത്. അവർ പലരെയും കൊണ്ട് പറയിപ്പിക്കുന്നു, അയ്യോ അങ്ങനൊന്നും ചിന്തിക്കില്ല, അങ്ങനൊന്നും നടക്കില്ല. സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നത് ഈ ഇസ്രയേലുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോർമലൈസ് ചെയ്യണമെങ്കിൽ ഒരു സ്വതന്ത്ര പാലസ്തീൻ അവിടെ ഉണ്ടായേ പറ്റൂ. ഇന്നലെ നെതന്യാഹു ഒരു മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്വതന്ത്ര പാലസ്തീൻ നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ ഉണ്ടാക്കാമല്ലോ, അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ, ആളുകളെ ഞങ്ങൾ എത്തിച്ചേരാം. ഐ കം ടു ദ ബിസിനസ്. ഇത് ഫ്രാൻസ് 24 ന്യൂസിലെ ഒരു വാർത്തയാണ്. ട്രംപ്സ് പ്ലാൻ ഫോർ ഗാസ ഇസ് എ റിയൽ എസ്റ്റേറ്റ് സൊല്യൂഷൻ. ഇത് റിയൽ എസ്റ്റേറ്റ് സൊല്യൂഷൻ. അയാളൊരു വ്യവസായിയാണ്. ഒരു കച്ചവടക്കാരനെയൊക്കെ പിടിച്ച് പ്രസിഡന്റ് ആക്കി കഴിഞ്ഞാൽ എങ്ങനെ സംഭവിക്കും? ശരിയാണ്, അയാൾക്കതേ അറിയാവും. പക്ഷെ അയാളൊരു നെഗോഷിയേറ്ററാണ്. അയാളൊരു ഡാഷാണ്. പക്ഷേ അയാളൊരു നെഗോഷിയേറ്ററാണ്. അയാൾ എക്സ്ട്രീം പ്രഷറാണ് കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഈ ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷം സ്വപ്നം കാണാത്ത ഒരു സംഗതിയാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ട്രംപ് ആദ്യം പറഞ്ഞല്ല, ഇത് വെറുതെ പറഞ്ഞാണെന്ന്, ലൈറ്റ്ലി, ചുമ്മാതെ വെറുതെ ഇങ്ങനെ അല്ല. പുള്ളി ഡബിൾ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ മേളിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ നോക്കൂ, യുദ്ധം കഴിഞ്ഞ് സീസ്ഫയർ നടത്തി, ഹോസ്റ്റേഴ്സിനെ എല്ലാം അപമാനിച്ച് ഭയങ്കര പ്രകടനമൊക്കെ നടത്തി, ജയിച്ചു എന്നൊക്കെ ഇവിടെ ചാനലുകളിലൊക്കെ ഇരുന്ന് ആരവമൊക്കെ മുടക്കിയവരിപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ കാണാം അവർ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, പാലസ്തീൻ വിഷയം ഇത്രയും പേരെ കൂട്ടക്കൊല നടത്തി ഞങ്ങൾ വീണ്ടും ജനശ്രദ്ധയിൽ എത്തിച്ചു. ഇപ്പം എവിടെ നിൽക്കുന്നു? തുടങ്ങിയിടത്താണോ നിൽക്കുന്നത്? തുടങ്ങിയിടത്തല്ല നിൽക്കുന്നത്. വർഷങ്ങൾ പുറകോട്ട് പോയിരിക്കുന്നു. ഇനി ഈ നിർദ്ദേശത്തെ ഫൈറ്റ് ഓഫ് ചെയ്യണം. ഈ നിർദ്ദേശം ചർച്ച ചെയ്യാൻ ഒരു ബാധ്യസ്ഥമായി മാറിയിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ 100 ദിവസത്തിനുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ 100 ദിവസമാണ് പുള്ളി ചോദിച്ചിരിക്കുന്നത്. അന്ന് ഞാൻ കയറുന്ന അന്ന് തന്നെ ഇത് പരിഹരിക്കും എന്നൊക്കെ പുള്ളി പറഞ്ഞു. അമേരിക്കക്കാരത് വിശ്വസിച്ചായിരിക്കത്തില്ല വോട്ട് ചെയ്തത്, ഇയാൾ എന്തെങ്കിലുമൊക്കെ പറയട്ടെ എന്നുള്ള രീതിയിലാണ്. 100 ദിവസത്തിനുള്ളിൽ ഇയാൾ പരിഹരിക്കുകയാണെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും പരിഹരിക്കുക? ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു എ ക്വസ്റ്റ്യൻ. എങ്ങനെയായിരിക്കും യുക്രൈൻ റഷ്യ പ്രശ്നം പരിഹരിക്കുക? എങ്ങനെയായിരിക്കും? ഇത് നോക്കൂ, നിങ്ങൾ ഈ ചുമന്നതിലും ഓറഞ്ചും ഒക്കെ കാണുന്നത് ഈ താഴെ ക്രൈമിയ ഉൾപ്പെടെ ഏതാണ്ട് 20% വരുന്ന യുക്രൈൻ്റെ പ്രദേശം റഷ്യയുടെ കയ്യിലാണ്. അവിടെ റഷ്യക്കാരുണ്ട്. ഈ 20% വരുന്ന യുക്രൈൻ പ്രദേശം റഷ്യയുടെ കയ്യിലാണ്. എന്തായിരിക്കും യുദ്ധത്തിന്റെ സമാധാന കരാർ വരാൻ പോകുന്നത്? 6-7 ലക്ഷം റഷ്യൻകാർ കൊല്ലപ്പെട്ടു. വൻ നാശം ഇപ്പോൾ റഷ്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ട്രംപിന്റെ ഭാഷ പറഞ്ഞ 6 ലക്ഷം യുക്രൈനികളും 8 ലക്ഷം റഷ്യക്കാരും കൊല്ലപ്പെട്ടു. ട്രംപ് പറഞ്ഞൊരു കണക്കാണ്. ട്രംപ് പറഞ്ഞതിനൊക്കെ 2 കൊണ്ട് വരിക, എനിക്കറിയില്ല എത്രയാണ്. അമേരിക്കക്കാർക്ക് അറിയാം എത്ര, എങ്ങനെ ട്രംപ് ഇത്രയും പറയുമ്പോൾ എത്ര എടുക്കണമെന്ന് എനിക്കറിയാം. പക്ഷെ എനിവേ റഷ്യക്കാണ് കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടുള്ളത്, കാരണം അവർ ആക്രമിക്കുകയായിരുന്നു. ഇപ്പോൾ റഷ്യക്ക് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ട് നമ്മുടെ കിങ് ജോങ് ഉന്നിന്റെ ടീം അവിടെ ചെന്നിട്ടുണ്ട്, ഉത്തര കൊറിയയുടെ. അപ്പോൾ മുഴുവൻ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ കിങ് ജോങ് ഉന്നിന്റെ നോർത്ത് കൊറിയൻ പട്ടാളക്കാർ ചത്ത് മലച്ചിങ്ങനെ കിടക്കുന്ന കാക്ക കിടക്കുന്നു. എന്താ കാര്യം എന്നറിയില്ല. ബെസ്റ്റ് ആർമിയെ വിട്ടെന്നാണ് കിങ് ജോങ് ഉന്ന് പറയുന്നത്. പത്ത് 4,000 പേര് മരിച്ചു എന്നാണ് പറയുന്നത്. യുക്രൈൻ ആണെങ്കിലും കാര്യമായിട്ട് കയ്യിലൊന്നും ഇല്ലാത്ത ഒരു ടീമാണ്. നല്ലൊരു എയർഫോഴ്സ് ഇല്ല, നല്ലൊരു നേവി ഇല്ല. പിന്നെ എംമാർ കൊടുക്കുന്ന സാധനമൊക്കെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് അവർക്ക് പരിശീലനം, യുദ്ധത്തിനിടയിലാണ് പരിശീലനം കൊടുക്കുന്നത്. ഇല്ല നമ്മളെ കല്യാണ സദ്യക്കിടയിൽ ചോറ് തീരുമ്പോൾ വീണ്ടും ചോറ് അരി അടപ്പത്തെടുത്തോണം. ഈ യുക്രൈനിയൻ പൈലറ്റ്സിനൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശീലനം കൊടുക്കുന്നത്. കാരണം അവർ ഇതൊന്നുമില്ല, അവർ കയ്യിലിരുന്ന ന്യൂക്ലിയർ ആയുധങ്ങൾ സഹിതം റഷ്യക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പിന്നെ രാമനാമം ജപിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് റഷ്യ പറയുന്നത് അതിങ്ങിതാ, ഇതിങ്ങിതാ, മറ്റേത് ഇങ്ങിതാ. ക്രൈമിയ പോയി, അത് പണ്ട് സ്റ്റാലിൻ തന്നല്ലേ.
ഇത്രയേ ഉള്ളൂ. ഇത് നടക്കാൻ ഒരേ വഴിയേ ഉള്ളൂ. ഈ പോയിരിക്കുന്ന സപ്രേഷ്യയും ഖേഴ്സണും ക്രൈമിയയും ലുഹാൻസ്കും ഡൊണിയസ്കും എന്തൊക്കെ റഷ്യ പിടിച്ചിട്ടുണ്ടോ അതെല്ലാം റഷ്യയുടെ ആയിരിക്കും. യുദ്ധത്തിൽ വിജയിച്ച ആളിത് പിടിക്കും. ഭൂമി പിടിച്ചവർ തിരിച്ചു കൊടുക്കില്ല. ഇന്ത്യ വല്ലതും ആയിരിക്കണം തിരിച്ചു കൊടുക്കണം. ഇന്ത്യ അങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് പോട്ടെ, അങ്ങനെ ആരും കൊടുക്കില്ല. കാരണം അവർക്ക് ചെലവുണ്ട്. ഈ പറയുന്ന കിങ് ജോങ്ങിന്റെ ടീം, എനിക്ക് തോന്നുന്നു അവർ മരിച്ചത്, അതിനെക്കുറിച്ച് പല തിയറി ഉണ്ട്. ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ഈ ആത്മഹത്യാ സ്കോഡുകളാണ്. ശത്രു സൈന്യം വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ അമ്മമാർ ഈ സൈനൈഡ് പണ്ടില്ല LTT കണക്ക് അത് ചവച്ച് മരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും മാസീവായിട്ട് ഈ നോർത്ത് കൊറിയൻ സൈന്യം പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കൊടുത്തു മാത്രമേ ആ യുദ്ധം സെറ്റിൽ ആവാൻ പാടുള്ളൂ. സ്ഥലം കൊടുക്കണം. ഗാസ ആക്രമിച്ചതിന് ശേഷം അവിടെ എന്താ സംഭവിച്ചത്? ഗാസയിൽ ഇപ്പോൾ വേണ്ട 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് ബഫർ സോൺ വരാൻ പോവാണ്. അതിർത്തിയിൽ ആ 1.5 കിലോമീറ്റർ ഇങ്ങനെ നീളത്തിൽ പോകും. ഒരു നെറ്റ്സറിം കോറിഡോർ എന്ന് പറഞ്ഞൊരു കോറിഡോർ, ഇപ്പുറത്ത് റാഫ കോറിഡോർ. യഥാർത്ഥത്തിൽ ഗാസ ചെറുതാവുകയാണ് ചെയ്തത്. എപ്പോഴൊക്കെ ഇസ്രായേൽ യുദ്ധം ചെയ്തിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇസ്രായേൽ യുദ്ധം വിജയിച്ചിട്ടുണ്ട്. വിജയിച്ചിട്ടില്ല പിന്നെ ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ നമ്മളിവിടെ ഉണ്ടാവില്ല. ഇസ്രായേലിന് ഒരു യുദ്ധവും തോക്കാൻ പറ്റില്ല, ചെറുതായിട്ട് പോലും. തോറ്റു എന്നൊക്കെ ഇങ്ങനെ കമന്ററി പറയാം, പക്ഷെ അടിസ്ഥാനപരമായി ഇസ്രായേലിന് യുദ്ധം തോക്കാൻ പറ്റില്ല. ഏത് യുദ്ധം അവർ തോക്കുന്നോ അത് അവർ അവസാനത്തെ യുദ്ധമാണ്. അല്ല, ഇതിന്റെ അവസാനത്തെയാന്ന് പറയുന്നോണം. യുദ്ധം ലാസ്റ്റായി. ഇത് നോക്കൂ, ഈ യുദ്ധസമയത്ത് യുക്രൈനിൽ കഴിഞ്ഞ 2-3 വർഷമായാലും ആരും ശ്രദ്ധിക്കുന്നില്ല യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച്. എന്തോ യുക്രൈൻ യുദ്ധം, ഗാസയിലൊക്കെ നടക്കുന്നതിനേക്കാൾ കൂടുതൽ നഷ്ടങ്ങൾ അവിടെയാണ് നടക്കുന്നത്. കൂടുതൽ കെട്ടിടങ്ങൾ നശിച്ച് അവിടെയാണ്, കൂടുതൽ മനുഷ്യര്, അതിൻ്റെ ഒരു 10 ഇരട്ടി മനുഷ്യർ നശിച്ച് അവിടെയാണ്. അതിനേക്കാൾ നീണ്ട യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ പോന്നു നോക്കൂ, ഏതാണ്ട് 44 മില്യൺ ആളുകൾ 44 മില്യൺ ഇല്ല, 44 മില്യൺ പുറത്തേക്ക് ബോർഡർ ക്രോസിംഗ് ആണ് ഈ 2.5 വർഷം കൊണ്ട് അല്ലെ 3 വർഷം കൊണ്ട് യുക്രൈനിൽ നടന്നിരിക്കുന്നത്. ആളുകൾ പുറത്തേക്ക് പോവുകയാണ്. ഈ പോകുന്ന ആളുകൾ തന്നെ പോയിട്ട് വന്നാലും അതൊരു എണ്ണമായിട്ട് എടുക്കും. ഈ ബോർഡർ ക്രോസ് ചെയ്തതിന്റെ കണക്കാണ്. യുക്രൈനിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോവുകയാണ്. ഡിസ്പ്ലേസ്ഡ് ആണ് ആളുകൾ. അവർ താമസിക്കുന്നതെല്ലാം വല്ലവരെയും വീട്ടിലാണ്. ഈവൻ UK യിലുണ്ട്. UK എന്ന് വന്ന ഒരാൾ ഞാൻ ഇപ്പോൾ കണ്ടു. അവിടെ ഉണ്ട് ആളുകൾ. പല പല സ്ഥലങ്ങളിലായിട്ട് യുക്രൈനിലുള്ള ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെയായിരിക്കും സെറ്റിൽ ചെയ്യുന്നത്. ആളുകൾ മാറിപ്പോയി. ഇനി ഇത് നിർമ്മാണം നടക്കണം. അവർ കുറേ ഇപ്പോൾ ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ തന്നെ ഈ ലെബനുമായിട്ടുള്ള അതിർത്തിയിൽ ഏതാണ്ട് 90,000 വരുന്ന ജൂതന്മാർ അവരവിടെ താമസിക്കുക. അവർ ഇസ്രായേലിനുള്ളിൽ ടെന്റുകളിലും ഹോട്ടലുകളിലും ഒക്കെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ ഹിസ്ബുള്ളയുടെ ആക്രമണം ലെബനുമായിട്ട്. അവരെ ഇനി തിരിച്ചവിടെ കൊണ്ടുപോക്കണം. അവർ കഴിഞ്ഞ 1.5 വർഷമായിട്ടല്ല 16 മാസമായിട്ട് അവരവരുടെ വീടുകളിലല്ല താമസിക്കുന്നത്. യുദ്ധത്തിന് ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പോപ്പുലേഷൻ യുദ്ധം കൊണ്ട് സംഭവിക്കും. ഇത് ഞാൻ സൗദി അറേബ്യയുടെ കാര്യം പറഞ്ഞാണ്. സൗദി അറേബ്യ പറഞ്ഞ ഇതാണ്, അൺവേവറിങ് പൊസിഷനാണ് ഞങ്ങളുടെ. ദ കിങ്ഡം ഈസ് എന്താണ് പറയുക, ഈ സ്വതന്ത്ര പാലസ്തീൻ ഈസ് എ നോൺ നെഗോഷിയബിൾ ആൻഡ് നോട്ട് സബ്ജക്ട് ടു കോംപ്രമൈസ് എന്നൊക്കെയാണ്. സൗദി അറേബ്യ സേസ് നോ ഇസ്രായേൽ നോർമലൈസേഷൻ വിത്തൗട്ട് പാലസ്തീൻ സ്റ്റേറ്റ്. ഇതിനെ ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ഈ ലെബനനിലെ ഹിസ്ബുള്ളയാണ് ഓർക്കുന്നത്. ഹിസ്ബുള്ള എന്തിനാ ആക്രമിച്ചത് ഇസ്രായേലിനെ? ഹിസ്ബുള്ള എന്തെങ്കിലും ചെയ്തോ ഇസ്രായേൽ? അതല്ല. ഹമാസ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ, രേവതി മോഡലിൽ കയറിയപ്പോൾ ഇവർ പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ സോക്കോൾഡ് ഗട്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് അമ്മാർ അന്നേരം തന്നെ യുദ്ധം ചെയ്യണമായിരുന്നു. അങ്ങനെയാണ് ഇസ്രായേൽ ഒരുപാട് കഷ്ടപ്പെട്ടത്. അമ്മാർ ചെയ്യാതെ അമ്മാർ മിസൈലുകൾ വിട്ടുകൊണ്ട്, അവിടെ നിന്ന് മിസൈൽ, ഇവിടെ ഹമാസ്, അവിടെ ഇത് എല്ലായിടത്തും ഇങ്ങനെ ഒരുമാതിരിയിലെ കുതിരവട്ടം പപ്പു ചാടി പോകുന്നോണം മണിച്ചിത്രത്താഴിൽ അങ്ങനെ പോകേണ്ട അവസ്ഥയാണ് ഇസ്രായേലിൽ. അമ്മാരത് ചെയ്തില്ല. അമ്മാർ അവസാനം പറയുന്നത് എന്താണ്? ഈ ഗാസയിലെ കാര്യങ്ങളൊന്നും സെറ്റിലായെങ്കിലേ ഞങ്ങൾ ആക്രമണം നിർത്തും. അവസാനം ഗാസയിലെ കാര്യങ്ങളൊക്കെ സെറ്റിലാകുന്നതിനൊക്കെ ഒരുപാട് മുന്നേ പറഞ്ഞു ഞങ്ങൾക്ക് മതിയായി എന്ന് പറഞ്ഞവർ നിർത്തി. ഇപ്പം ഇതാണെങ്കിൽ സൗദി പറയുന്നത് അവിടെ സ്വതന്ത്ര പാലസ്തീൻ ഉണ്ടായെങ്കിലേ ഇസ്രായേലിന് ഞങ്ങൾ കൈ കൊടുക്കും, നോർമലൈസ് ചെയ്യും. ഇപ്പം ഇസ്രായേൽ പറയുന്നുണ്ട് ഇപ്പം അങ്ങനെ നിർബന്ധമൊന്നുമില്ല, എബ്രഹാം അക്കോർഡ് അങ്ങനെയുള്ള നിബന്ധനകളൊന്നും വെച്ച് നടപ്പിലാക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്നാണ് പറയുന്നത്. ഇതാണ് നെതന്യാഹുവിന്റെ മറുപടി. ദ സൗദീസ് ക്യാൻ ക്രിയേറ്റ് എ പാലസ്തീൻ സ്റ്റേറ്റ് ഇൻ സൗദി അറേബ്യ
ദേ ഹാവ് എ ലോട്ട് ഓഫ് ലാൻഡ് ഓവർ ദെയർ. അവർക്ക് അവിടെ തന്നെ ഒരു സ്വതന്ത്ര പാലസ്തീൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടെന്നാണ് നെതന്യാഹു പറയുന്നത്. ഇപ്പൊ തന്നെ ഇസ്രായേൽ ആർമി ടെൽസ് ആർമി ടു പ്രിപ്പയർ പ്ലാൻസ് ഫോർ പാലസ്റ്റീനിയൻ ഹു വിഷ് ടു ലീവ് ഗാസ. ഇപ്പോൾ ഇസ്രായേൽ ആർമി അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് മോചിതരാകാൻ, അവിടുന്ന് പോകാൻ താല്പര്യമുള്ള പാലസ്റ്റീനിയൻസ് ഇതിന് അവസരം ഒരുക്കി കൊടുക്കണമെന്നാണ്. കാരണം ഇതിന് ഇങ്ങനൊരു റിപ്പോർട്ട് ഈ അടുത്തിടെ വന്നിരുന്നു. അതായത് ഈ ഖാൻ യൂനസ് ആക്രമിച്ചപ്പോൾ IDF കുറേ ഹമാസിന്റെ രേഖകൾ കണ്ടെത്തി. ആ രേഖകളിൽ പലതിലും പുറത്തു വന്നാണ്, ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പലതിലും ഈ ഹമാസിന്റെ ചെറുപ്പക്കാരെയാണ് വേണ്ടത്. പക്ഷെ ചെറുപ്പക്കാർ അവിടെ നിൽക്കാൻ താല്പര്യമില്ല. അവർ പുറത്തേക്ക് പോവുകയാണ്. അവർ ജോലി ആയാലും ഒന്നാമത് അവർ യുദ്ധത്തിന് പോകും. കാര്യം ഹമാസിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിഭേദം ആത്മഹത്യയാണല്ലോ. അതിന്റെ ഹമാസിന്റെ രേഖകളിൽ പറയുന്നുണ്ട് ഇന്നിപ്പോൾ ചെറുപ്പക്കാർ ഇന്ന് തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ചെറുപ്പക്കാരുടെ കുടുംബത്തെയും പല ആൾക്കാരും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകും. ഈ ജോലിക്ക് പോകുന്നവരുടെ വീട്ടിലൊക്കെ അവർ സർവൈലൻസ് വെക്കും. ഇവന്മാരവിടെ പോയി വേറെ ആരെങ്കിലും കല്യാണം കഴിക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, ഹമാസിന് വേണ്ടി തിരിച്ചു വരുമോ? അങ്ങനെ ഹമാസ് ഭയങ്കര ദുഃഖിതരാണ്. വേറൊരു റിപ്പോർട്ട് അനുസരിച്ച് 3 ലക്ഷം വരുന്ന ഈ പാലസ്തീൻ യുവാക്കളാണ് 2007 ഹമാസ് വന്നതിന് ശേഷം ഈ ഗാസ വിട്ടുപോയിട്ടുള്ളത്. സ്വയമേ വിട്ടുപോയതാണ്. അവർക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല. ഇതിലെല്ലാം ഉപരിയായിട്ട് വേറൊരു റിപ്പോർട്ട്, ഞാൻ DWയിലെ ഒരു ചർച്ചയിലെ അതിൻ്റെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 44% വരുന്ന ഗാസൻസ് പറയുന്നത് അവരവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാമെന്നാണ്. ഇതെന്ന് പറഞ്ഞെന്നറിയോ? ഈ ട്രംപ് ഈ നിർദ്ദേശം വെക്കുന്നതിന് 6 മാസം മുമ്പ് ജൂൺ 2024 സർവേ റിപ്പോർട്ടാണ്. ഇവിടെ ജീവിക്കണ്ട 44%. സോ ഇവരായിരിക്കും ഇതിൽ കയറി പിടിക്കാൻ പോകുന്നവരായിരിക്കും. ഞാൻ ട്രംപിൻ്റെ ഈ നിർദ്ദേശത്തെക്കുറിച്ച്, അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനെ കുറിച്ച് അതെന്തോ ആയാലും അത് ചിലപ്പോൾ നടക്കാൻ സാധ്യത ഉണ്ടാവില്ല, നടക്കണ്ടായിരിക്കും. പക്ഷെ ഒരു 5% എങ്കിലും അതിനൊരു റെട്ടറിക്കലായിട്ടുള്ള നരേറ്റീവായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയുള്ള നരേറ്റീവ്സ് എല്ലാം ജയിച്ചു, പോരാട്ടം, അർഹത, ഓണർഷിപ്പ്, ഇതൊക്കെ സംബന്ധിച്ചുള്ള നരേറ്റീവുകളെല്ലാം മാറുകയാണ്. ഇനി ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് മാത്രമേ ഈ വിഷയത്തെ ഇനിയിപ്പോൾ ഏത് UN ആയാലും മറ്റു രാജ്യങ്ങളായാലും അതിനെ സമീപിക്കാൻ പറ്റും. കാരണം പുള്ളി ആ രീതിയിൽ ഇത് എന്താ പറയുന്നത്, ഒരു എക്സ്ട്രീം പൊസിഷനിലേക്ക് ആദ്യമേ കയറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങളൊരു സാധനത്തിന് വില വയ്ക്കും, ഒരു ആടിനെ വിൽക്കണം. അത് നിങ്ങൾ പറയാണ് എൻ്റെ ആടിന് വില 2 കോടി രൂപയാണ്. 2 കോടി രൂപ ആടെന്തോ, ഇതെന്തോ സ്വർണത്തിൻ്റെ ആട് വല്ലതും ആണോ? നമ്മൾ കാര്യം വെറുതെ പറഞ്ഞാണ്, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. അടുത്ത ആഴ്ച ഞാൻ പറയാം 2 കോടി രൂപ. 2 കോടി രൂപ എന്ന് മാത്രമല്ല, 2 കോടി രൂപ തന്നിട്ട് ഒരു പാട്ടും കൂടെ പാടിയാലേ ഞാൻ തരൂ എന്ന് പറയും. അതായത് പോടെ, നിനക്ക് സുഖമില്ല, എവിടെയെങ്കിലും കൊണ്ട് ചികിത്സിക്കുമെന്ന് പറയും. ആ 3-ാമത്തെ ആഴ്ച അവർ പറയുന്നത് എന്താണ്? 2 കോടി രൂപ തരണം, പാട്ടും പാടണം. അത് മാത്രമല്ല, ഈ മൊത്തം പൈസ തരുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്റ്റാൾമെന്റ് വേണമെങ്കിൽ അതിനിടയ്ക്കുള്ള പീരീഡ് പലിശയും കൂടെ തരണം. ഇമാതിരി വർത്താനമാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞിരുന്നതാണ് ഇതെല്ലാം പണിഞ്ഞിട്ട് നിങ്ങളെ വിളിച്ച് നല്ല ഒരു റിവിയറ ഓഫ് മെഡിറ്ററേനിയൻ സീ അല്ലേ, ഒരു കടലോര വിനോദ കേന്ദ്രമായിട്ട് ഗാസയെ ഞങ്ങളെല്ലാം കൂടെ സെറ്റപ്പ് ചെയ്ത് സിംഗപ്പൂർ പോലെ ഒരുക്കിത്തരാം, നിങ്ങളത് കഴിഞ്ഞ് വരൂ, അവിടെയൊക്കെ പോയി അത്യാവശ്യമൊക്കെ എന്നാണ് ഇവർ കരുതിയത്. ഇപ്പോൾ അമേരിക്ക പറയുന്നത് അതല്ല, ഞങ്ങളുടെ 5 പൈസ ഇത് ആരത് ഉണ്ടാക്കുന്നത്, ഞങ്ങളുണ്ടാക്കില്ല. അമേരിക്കയുടെ ടാക്സ് പെയറുടെ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നിനും കൊടുക്കില്ല എന്നുള്ളതാണല്ലോ ട്രംപിന്റെ എന്താണ് പറയുന്നത്. ട്രംപ് പറയുന്നതാണ്, ഞാൻ യുദ്ധം ചെയ്യില്ല, ലോകത്തെ ഏറ്റവും ശക്തമായ സേനയുണ്ടാക്കും. എന്തിന്? യുദ്ധം ചെയ്യാതിരിക്കാൻ. I will make the American army too strong that it will not have to wage any war inside or outside. നല്ലൊരു ആർമി ഉണ്ടാക്കും, ഏറ്റവും ശക്തമായ ആർമി ഉണ്ടാക്കും. എന്നാൽ പിന്നെ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് ട്രംപ് പറയുന്നത്. ട്രംപ് യുദ്ധം ചെയ്തിട്ടുമില്ല. കഴിഞ്ഞ 4 വർഷം അവിടെ ഇരുന്ന സമയത്ത് ഒറ്റ യുദ്ധവും ചെയ്തിട്ടില്ല. അത് പല ലിബറൽ ബുദ്ധിജീവികളും പറയുന്നത്. ട്രംപ് വെറും ഡാഷ് ആണെങ്കിലും പുള്ളിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 4 വർഷം പുള്ളി ഇരുന്നപ്പോൾ ഒരു യുദ്ധവും ചെയ്തിട്ടില്ല. ട്രംപ് പറയുന്ന യുദ്ധം ചെയ്ത് നശിപ്പിക്കാനുള്ള അല്ല ജീവിതം എന്നാണ് ട്രംപ് പറയുന്നത്. പുള്ളിയുടെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുള്ളി പറയുന്നത്, ഞങ്ങളങ്ങനെ പൈസ ചെല്ലും, അമേരിക്കൻ ടാക്സ് പെയറുടെ പൈസ എടുത്ത് ഗാസ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്നെ അവരോട് എടുത്തിട്ട് അടിക്കും. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും താരിഫൊക്കെ ഇങ്ങനെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ താരിഫാണല്ലോ പുള്ളി പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് താരിഫ്. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേർഡ്.
ഡിക്ഷണറിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പദം താരിഫ് എന്നാണ് പറയുന്നത്. താരിഫ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മാതിരി തരിച്ചു വരത്തില്ലേ, അതായിരിക്കും പുള്ളി പറയുന്നത്. ഇപ്പം എന്തായാലും ഒരു സം പീപ്പിൾ കോൾ ഹിം എ ബഫൂൺ, ലയർ, ഓൾക്കാർ. അതൊന്നും ഇവിടെ വിഷയമല്ല. ഞാൻ പറഞ്ഞത് ഈ ഒരു വിഷയം വന്നിട്ട് എൻ്റെ നരേറ്റീവ്സ് മാറിയിരിക്കുകയാണ്. ഈ ബന്ദികളെ വെച്ചുകൊണ്ട് ഈ കാണിക്കുന്ന ഈ കോപ്രായങ്ങളൊക്കെ ഇപ്പം എത്ര നിരർത്ഥകമാണെന്ന് ഹമാസിന് തന്നെ മനസ്സിലായി. നിങ്ങളിനി ഈ ബന്ദികളെ വെച്ചുകൊണ്ട് ഇനി അവരെ ഡാൻസ് ചെയ്യിച്ചാലും ഞങ്ങൾ ഭയങ്കര നല്ല ഉല്ലാസത്തിലായിരുന്നല്ലോ, ഒരു പാട്ട് പാടി ഹമാസിന്റെ ടണൽ എന്നാ ടണൽ എന്നൊക്കെ പറഞ്ഞ് പാട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാം. പക്ഷെ ഇത് കാണുന്ന മനുഷ്യരും ഇത് അറിയുന്ന മനുഷ്യരും നിങ്ങളുടെ ഈ കൃത്രിമമായിട്ടുള്ള ഫേക്കായിട്ടുള്ള വിജയാഹ്ലാദങ്ങളും ഇതിനൊക്കെ ഈ ഒരു വിഷയം നിങ്ങൾ ഹാൻഡിൽ ചെയ്യും. നിങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചർച്ച 67 മുമ്പ് 48 മുമ്പിന് നിന്ന അവസ്ഥയിൽ നിന്ന് ചർച്ച ചെയ്ത് തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇതിനൊരു പരിഹാരമുണ്ടോ? ഏതെങ്കിലും ആൾട്ടർനേറ്റീവ് വേറെ ആർക്കെങ്കിലും നിർദ്ദേശിക്കാൻ കഴിയും? ഒരൊറ്റ സെന്റൻസോടുകൂടി എത്താം. ഇതാണ് ഒരു ആൾട്ടർനേറ്റീവ് അറബ് രാജ്യങ്ങളിലുള്ള. എന്താണ്? ഇന്തോനേഷ്യ പ്ലാൻസ് ടു ബിൽഡ് 100 മോസ്ക് ഇൻ ഗാസ സ്ട്രിപ്പ്. വീടില്ല, കുടിയില്ല, ആഹാരമില്ല, കയറി പാർക്കാൻ ഒരിടമില്ല, 100 മോസ്ക് ഉണ്ടാക്കി കൊടുക്കുക. ആയുധം. പണ്ട് ലെനിൻ പറഞ്ഞൊരു വാചകമുണ്ട്. ഇന്ന് ഞാൻ കൊച്ചുനാളിൽ നമ്മുടെ വിപ്ലവാരിഷ്ടം ഒക്കെ ശല്യം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നറിയോ? പട്ടിണി കിടക്കുന്ന മനുഷ്യ, നീ പുസ്തകം കയ്യിലെടുത്തോളൂ, അത് നിനക്കൊരു പുത്തൻ ആയുധമായിടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും പറഞ്ഞത് അതേപോലെ ഒരു സംഗതിയാണിത്. ആ പുസ്തകം കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നിനക്ക് ഇതേ കണക്ക് ഒരുപാട് യുദ്ധം ചെയ്യാം. ശരിയാണ്, വളരെ. ആ പുസ്തകം കയ്യിലെടുത്താൽ ഇനി ഇതൊന്നും ഒരു വിഷയമല്ല. 100 മോസ്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് ആകെ സ്വസ്ഥതയില്ല, ആകെ പ്രശ്നമില്ല. 100 മോസ്ക്. ഇമാതിരിയുള്ള സൊല്യൂഷൻസ് ആണ് ഈ രാജ്യങ്ങളെല്ലാം ചെയ്യുന്നത്. സൗദി അറേബ്യ പറയുന്നത് എന്താണ്? നിങ്ങൾ അവിടെ സ്വതന്ത്ര പാലസ്തീൻ ഉണ്ടാക്കൂ, എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് വന്ന് കൈതരാം. ഇത് മൊത്തത്തിൽ ഈ പറയുന്ന ഫേക്കായിട്ടുള്ള നരേറ്റീവ്സും ഇവിടെ നടക്കുന്ന പ്രകടനങ്ങളും സോഷ്യൽ മീഡിയയിലും ചാനലുകളിലൊക്കെ നടക്കുന്ന വിപ്ലവങ്ങളൊന്നും അവിടെയുള്ള അടിസ്ഥാന യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. ഇപ്പോൾ ഈ അമേരിക്ക ബേസിക്കായിട്ട് ഇനിയിപ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കാൻ പോകുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു സെക്കൻഡ് എപ്പിസോഡ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈ ബന്ദികളെ ഒക്കെ ഇങ്ങനെ വെച്ചുള്ള ഈ ഷോയിലൂടെയൊക്കെ വരുന്നത്. കാരണം നിങ്ങൾ പറയുന്നോണമുള്ള വിജയം അല്ല നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്, നിങ്ങൾക്ക് നാശമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ നിങ്ങൾ കാണിക്കുന്ന ഈ ബന്ദികളെ പിടിച്ചു വെച്ചുണ്ടാക്കുന്നത് അത് പണ്ടേ 67 മുതലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനൊരു ചെറിയൊരു കൊള്ളസംഘം മതി. ബന്ദികളുടെ കഴുത്തിലേക്ക് കത്തി വെച്ചിട്ട് അവരെ എങ്ങനെ വേറെ എന്ത്? ഉദാഹരണമായിട്ട് ഞാൻ ആദ്യത്തെ ഒരു സ്ലൈഡിൽ തന്നെ പറഞ്ഞു, ഇസ്രായേൽ ഈസ് ദ ഓൺലി കൺട്രി വിച്ച് ഈസ് നോട്ട് അലൗഡ് ടു ഡിഫെൻഡ് ഇറ്റ് സെൽഫ് ഓർ ഡിഫീറ്റ് ഇറ്റ്സ് എനിമീസ്. ഈ ഗാസ എന്തോ ഇന്നലെ ഒരു നരേറ്റീവ് ഞാൻ കേട്ടു, 15 മാസം എല്ലാ ബോംബും ഇട്ടിട്ടും തകർക്കാൻ കഴിഞ്ഞു. എല്ലാ ബോംബും എവിടെ ഇട്ട്? ബോംബ് ഇടരുതെന്നല്ലേ പറയുന്നത്. ഇതാണ് ഇത്തരം ഫേക്ക് നരേറ്റീവ് ഉണ്ടാക്കി വീണ്ടും വീണ്ടും എന്താണിത്? പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുകയാണ്. ഇസ്രായേലാണ് ഈ നോട്ടീസ് കൊടുത്തിട്ട് ബോംബിടുന്ന ലോകത്തെ ഏക രാജ്യം. ഇസ്രായേൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ കൊട്ടാരക്കര ഇന്ന് 10:30 ഇന്ന കെട്ടിടങ്ങൾ ബോംബിടും. നോട്ടീസും ലീഫ്ലെറ്റും അറബിയിലും മലയാളത്തിലും തമിഴിലും എല്ലാം ഇടും. ഒഴിഞ്ഞു പോകാത്തൊരു ലെവലിൽ അവരതാ ചെയ്ത്. ഏത് രാജ്യങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട്? ഒരു യുദ്ധം നടക്കുമ്പോൾ ഏത് രാജ്യങ്ങൾ ചെയ്യാറുണ്ട്? ഇസ്രായേലിന് അതൊക്കെ ചെയ്തേ പറ്റൂ. ഇസ്രായേലിന് മർമ്മം നോക്കി ഒരുപാട് കാര്യങ്ങൾ നോക്കിയേ ചെയ്യും. കാര്യം വെച്ചാൽ ഈ 135-140 രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ അങ്ങ് വോട്ട് ചെയ്യും. ദിവസം UN അങ്ങോട്ട് കൂടിയിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ഒരു അഞ്ച് പ്രമേയം ഇസ്രായേലിനെതിരെ. ഇസ്രായേൽ ഡാഷാണ് കൊണ്ട് പ്രമേയം നമ്പർ 1, 2, 3 ഗുട്ടറസ് അടിച്ചു വെക്കും. അല്ല, ഗുട്ടറസ് അല്ലേ ആരായാലും. ജനാധിപത്യത്തിലെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷ ഭീകരതയാണ്. അത് നമ്മുടെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, അന്താരാഷ്ട്രീയമായിട്ടും ഇത് തന്നെ ഒരു വലിയ പ്രശ്നമാണ്. വോട്ടിംഗ് പവർ ഉള്ളവരനുസരിച്ച് അവരനുസരിച്ച് ഇറാൻ ഇത്രയധികം പ്രശ്നങ്ങൾ ചെയ്ത് ഇറാനെതിരെ ആകെ 5 പ്രമേയങ്ങളാണ്. 170-180 പ്രമേയങ്ങളാണ് ഇസ്രായേലിനെതിരെ പാസ്സാക്കിയിട്ടുള്ളത്. അപ്പം ഇതൊന്നും ഒരു യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്ന കാര്യമല്ല. ആൾട്ടർനേറ്റീവ് യഥാർത്ഥത്തിലില്ല. ഇതിൻ്റെ റെപ്പറ്റീഷൻ, അതായത് ഇത് പരിഹരിക്കുന്നു, വീണ്ടും എന്താ ചെയ്യുന്നത്? ഗാസയിൽ വീണ്ടും ഹമാസ് വന്ന് ഭരിക്കാം. ഇത് എന്തായാലും ഇസ്രായേൽ അനുവദിക്കാൻ പോകുന്നില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് റെപ്പറ്റീഷനാണ്. എവറി ടൈം ഇത് ഇട്ടിട്ട് പോകുന്നു, കുറേ കഴിയുമ്പോൾ അടുത്ത യുദ്ധം വരും. ഇത് ഒരു റീസൈക്കിൾ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. സോ ഇപ്രാവശ്യം ഇനി അങ്ങോട്ട് ഇത്രയും ആയ സ്ഥിതിക്ക് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു തീരുമാനത്തിന് ഒരു സാധ്യതയില്ല. പിന്നെ അറബ് രാജ്യങ്ങൾക്കോ മറ്റു രാജ്യങ്ങൾക്കോ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല.
പിന്നെ ഇതൊരു രണ്ടാം ഗഡു ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ, ഈ പീസ് ഡീൽ നേരെ നടക്കാതെ പോരുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേ പ്രശ്നം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ബാക്കി നിൽക്കുന്ന ജനങ്ങൾക്ക് കൂടി ജീവിതം ബുദ്ധിമുട്ടാകും. അപ്പോൾ എന്തായാലും 2023 ഡിസംബർ 7-ാം തീയതി ഞങ്ങൾ ഈ പ്രശ്നം അങ്ങ് ആളിക്കത്തിച്ചു, ലോകത്തിൻ്റെ സജീവ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു, ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയി എന്നൊക്കെ കരുതിയവർക്ക് അത് നേരെ തിരിച്ചാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ്. ഈ പ്രശ്നം ഉണ്ടായിരുന്ന നേട്ടം പോലും നഷ്ടപ്പെട്ടു. ഇനി ഗാസയെക്കുറിച്ച് പോലും സംസാരിക്കുമ്പോൾ ഒന്നേന്ന് സംസാരിച്ചു തുടങ്ങേണ്ട അവസ്ഥയാണ് എന്നുള്ളതാണ്. ബന്ദികളുടെ ചിരി, അല്ലെ അവരെ ചിരിപ്പിക്കുന്നവർ ഇത് ഓർത്താൽ വളരെ നന്നായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.